ഹായ് എവരിവൺ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡൈപോളിനെ പറ്റി കണ്ടു അല്ലേ. ഇന്നത്തെ ദിവസം നമുക്ക് പഠിക്കാനുള്ളത് ഡൈപോളിൻ്റെ യൂണിഫോം എക്സ്റ്റേണൽ ഫീൽഡ് എന്ന ടോപ്പിക്കാണ്. ആ ടോപ്പിക്ക് മാത്രമല്ല, ഇതിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു എളുപ്പമുള്ള ടോപ്പിക്കാണ്. പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അത് ടെക്സ്റ്റിൽ ഒരുപാടുണ്ടെങ്കിലും ഒരു 5 ഇക്വേഷൻസ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള 5 ഇക്വേഷൻസ് മാത്രമാണ് അവിടെ നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ നമ്മൾ മുമ്പ് പറഞ്ഞ പ്രധാനപ്പെട്ട ഭാഗമാണ് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണെന്നൊക്കെ പറഞ്ഞ പോർഷൻ ആയിരുന്നു ഗോസസ് ലോ എന്നുള്ളത്. അതാണ് അതിന്റെ ശേഷം പഠിക്കാനുള്ളത്. അത് എളുപ്പമാണ്, ചെറിയൊരു ഡെറിവേഷൻ പോലെ ഉണ്ട്. പക്ഷെ നമ്മൾ ആ ഡൈപോളിന്റെ കേസിലുള്ള അത്ര വലുതൊന്നല്ല, ചെറിയത്, വളരെ ചെറിയൊരു ഡെറിവേഷനും ചെറിയൊരു എക്സാമ്പിൾ, ഒരു സിലിണ്ടറിന്റെ കേസിലുള്ള എക്സാമ്പിൾ. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ ഇത്ര ടോപ്പിക്കേ കാണുള്ളൂ. ദെൻ നമ്മൾ നെക്സ്റ്റ് ദിവസം നമ്മൾ കാണാൻ പോകുന്നത് അപ്ലിക്കേഷൻ ഓഫ് ഗോസ് ലോ. അപ്പൊ അത് ചെറിയൊരു ടോപ്പിക്, ഇതുപോലെ തന്നെ ചെറിയ ടോപ്പിക്കാണ്. ഒരുപാട് കണ്ടന്റുകളൊന്നുമില്ല. ഈ ഭാഗം കണ്ടോ, ഇവിടെ കണ്ടന്റ് ഒന്നുമില്ല, ആകെ ഇത്ര തന്നെ ഉള്ളൂ. പക്ഷെ അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ എടുത്ത് കാണണം. കാരണം ഇതിന്റെ കൂടെ മിക്സ് ചെയ്യാനോ മിങ്കിളപ്പ് ചെയ്യാനോ പാടില്ലാത്തൊരു ടോപ്പിക്കാണ് അപ്ലിക്കേഷൻസ് ഓഫ് ഗോസസ് ലോ. അതും പരീക്ഷയ്ക്ക് ചോദിക്കാൻ, ഗോസ് ലോ എത്രത്തോളം ചോദിക്കാൻ സാധ്യതയുണ്ടോ അത്രത്തോളം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ് അപ്ലിക്കേഷൻ ഓഫ് ഗോസസ് ലോ എന്നുള്ളത്. അപ്പൊ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാതെ നമ്മളെ ഇന്നത്തെ ടോപ്പിക്ക് പോവാ, ഡൈപോൾ ഇൻ എ യൂണിഫോം എക്സ്റ്റേണൽ ഫീൽഡ്. ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ടെക്സ്റ്റ് വായിച്ച് പഠിക്കേണ്ട ഒരു ഭാഗമല്ല. ആക്ച്വലി ജസ്റ്റ് ചിത്രങ്ങൾ കാണുക, കാര്യം മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. ചെറിയ കൺസെപ്റ്റാണ്, ചെറിയ കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ബുക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് ചെറിയ ചില ഡയഗ്രങ്ങളിലൂടെ ഈ ഒരു ടോപ്പിക്ക് നമുക്ക് പഠിക്കാൻ ശ്രമിക്കാം. സോ ഇവിടെ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള നമ്മുടെ ഇലക്ട്രിക് ഡൈപോൾ എന്നുള്ളൊരു ടോപ്പിക്ക് നമുക്ക് അത്യാവശ്യമാണ്. ഇലക്ട്രിക് ഡൈപോളിന്റെ ഇക്വേഷനും കാര്യങ്ങളൊക്കെ ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നു. അത് ഡിനോട്ട് ചെയ്ത ലെറ്റർ ഏതായിരുന്നു? പി എന്നുള്ള ലെറ്റർ ഉപയോഗിച്ചിട്ടല്ല ഡിനോട്ട് ചെയ്തിരുന്നത്. വെക്ടർ പി എന്തിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്? ഡൈപോളിനെ ഡിനോട്ട് ചെയ്ത് ഉപയോഗിക്കുന്ന ലെറ്ററാണ്. അപ്പൊ ഇന്ന് നമ്മളിവിടെ ഇമാജിൻ ചെയ്യുന്നത് നമ്മളൊരു പെർമനന്റ് ഡൈപോളിനെ എടുക്കുകയാണ്. അപ്പൊ ഈ പെർമനന്റ് ഡൈപോൾ എന്താന്നൊക്കെ ടെക്സ്റ്റ് ബുക്ക് പറയുന്നുണ്ട്. വേറെ ഒന്നല്ല, ഇവിടെ ഈ എക്സാമ്പിൾ അല്ലെങ്കിൽ ഈ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡൈപോളിനെ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ എടുത്തു എന്നാണ്. പലപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് ഡൈപോൾ ഉണ്ടാവാറുണ്ട്. നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒരു കെമിക്കൽ അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് ഇലക്ട്രിക് ഫീൽഡ് വെച്ച് കഴിഞ്ഞാൽ പോളറൈസ് ആവും. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, അങ്ങനെ പോളറൈസ് ആയി കഴിഞ്ഞാൽ ചാർജ് സെപ്പറേഷൻ വരും, അപ്പോൾ ഡൈപോൾ ഉണ്ടാവും. അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് എടുത്ത് ഒഴിവാക്കിയ ഡൈപോൾ പോകും. ഇവിടെ അങ്ങനത്തെ ഡൈപോൾ അല്ല, അത് പെർമനന്റ് ഡൈപോൾ ആണ്. ഇത് ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് വെച്ചിട്ടുണ്ടെന്നുള്ളൂ. ആ ഇലക്ട്രിക് ഫീൽഡ് ഇല്ലെങ്കിലും ഡൈപോളിന് യാതൊരു ചേഞ്ചും ഇല്ല. ഓക്കെ, സോ നമുക്കറിയാം എന്താ ഡൈപോൾ എന്ന് പറഞ്ഞാൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്. എത്ര നമ്മൾ ഡിസ്റ്റൻസ് എടുക്കുക? 2a എന്നല്ല എടുക്കലുള്ളത്. ഹാഫ് ലെങ്ത് പറയുമ്പോൾ നമ്മൾ a എന്ന് പറയില്ലേ. അപ്പൊ ഇതിനെ കൊണ്ടുവച്ചത് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ -q മേലും +q മേലൊക്കെ ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നുണ്ടാവില്ലേ. സം ഫോഴ്സസ് വിൽ ബി എക്സേർട്ടിംഗ് ഓൺ അല്ലേ. ഈ ചാർജുകളുടെ മേലെ എന്തെങ്കിലും ഫോഴ്സ് കൊടുക്കാതിരിക്കില്ല. എത്ര എന്നൊക്കെ നമുക്ക് കാണാം. എനിവേ ഇലക്ട്രിക് ഫീൽഡിന്റെ കാര്യം നിങ്ങൾക്ക് അറിയാം. ഞാൻ ഏരോ മാർക്ക് ഇതുപോലെ വരച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് ആണ് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഒരു ഏരോ മാർക്ക് ഇതുപോലെ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമ്മൾ അതിന്റെ ഡയറക്ഷൻ പറഞ്ഞത് എവിടുന്ന് എങ്ങണ്ടായിരുന്നു? ഇലക്ട്രിക് ഫീൽഡിന്റെ കേസിൽ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക്. ഡൈപോളിന്റെ കേസിൽ ഡയറക്ഷൻ നമുക്കറിയാം, അത് എവിടുന്ന് എങ്ങണ്ട? നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക്. അപ്പൊ ആ ഡയറക്ഷനിൽ ഇവിടെ ഈ ഡയറക്ഷൻ കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇങ്ങനെ ഒരു ഏറോ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് പോസിറ്റീവ് നെഗറ്റീവ് വരുന്ന ഉറപ്പാണല്ലോ. അപ്പൊ അതിന്റെ താഴ്ഭാഗത്ത് എവിടെയോ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട് എന്നുള്ളത് ഉറപ്പല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ ഇവിടുത്തെ റഫായിട്ട് വരച്ചു. നമ്മളെ ടോപ്പിക്കല്ല, വെറുതെ നിങ്ങൾ ആലോചിക്കുക, വരച്ചു വിചാരിക്കുക. അപ്പോ ഈ നെഗറ്റീവ് ചാർജ് അല്ലേ, അത് ഇതിനോട് അട്രാക്ട് ആണോ ചെയ്യുക, റിപ്പൽ ആണോ ചെയ്യുക? കാരണം ഈ ഏരോ മാർക്കിന് ഇട്ട് കഴിഞ്ഞ ഈ ഭാഗത്ത് എന്തുണ്ടെന്ന് നമ്മൾ ഇമാജിൻ ചെയ്യുന്നത് എങ്ങോട്ട് പോവുകയാണ്? നെഗറ്റീവിറ്റില്ലേ. അപ്പൊ ഇത് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കിടന്നോട്ടെ. ഇവിടെ എന്താ ഉണ്ടാവുക? പോസിറ്റീവ് ചാർജ് അല്ലേ. അപ്പൊ ഇത് നമുക്ക് അട്രാക്ട് ആവില്ലേ. അപ്പൊ ഈ -q മേലെ ഒരു ഫോഴ്സ് ഉണ്ടാവില്ലേ, ഒരു അട്രാക്റ്റീവ് ഫോഴ്സ്. നമ്മൾ ഡൈപോളിന്റെ ഡെറിവേഷന്റെ കേസിലൊക്കെ നമ്മൾ കണ്ടിരുന്നു അല്ലെ, നമ്മൾ ഏരോ മാർക്കൊക്കെ വരച്ചിരുന്നു ഇക്വിറ്റോറിയൽ ലൈനിലുള്ള കേസിൽ. അതുപോലെ തന്നെ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇവിടുത്തെ ഏറ്റവും താഴെ ഈ ഏരോ മാർക്കിന് ഈ ടെയിലിന്റെ ഹെഡിലായിട്ട്, ടെയിലിന്റെ എൻഡിലായിട്ട് എന്താ ഉണ്ടാവുക? ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. അപ്പൊ ഇത് അതുമേക്ക് അട്രാക്റ്റഡ് ആവും അല്ലേ. അതുപോലെ ഇയാളെ കേസാണെങ്കിലോ, ഇതെല്ലാവരും ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും കേട്ടോ. ഇയാളെ കേസിലാണെങ്കിലോ, ഇയാളെ കേസിൽ റിപ്പൽ അല്ല ആവുക. കാരണം ഈ പ്ലസ് ഇവിടെ ഇതേപോലെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും ഒരു ഭാഗത്തല്ല ഏരോ മാർക്ക് ഉണ്ടാവുക. നമ്മൾ പറഞ്ഞു ഒരു റീജിയൻ മുഴുവനും ഉണ്ടാവും അത്. അപ്പൊ ഇയാളെ കേസിലാണെങ്കിൽ ഇത് വരുന്നത് പോസിറ്റീവ് എന്നാണ്. അപ്പൊ ഇയാൾക്ക് റിപ്പൽഷൻ. അപ്പൊ ഇയാളെ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ടോപ്പിലേക്കോ. ഡൗട്ട് ഒന്നുമില്ലല്ലോ പറഞ്ഞ കാര്യത്തിൽ. ഇയാളുടെ ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ടോപ്പിലേക്കോ. അപ്പൊ ഞാൻ ഇലക്ട്രിക് ഫീൽഡിന്റെ ലൈൻസ് കുറച്ചധികം റഫായിട്ട് വരച്ചതാണ്, അതൊന്ന് റബ്ബ് ചെയ്ത് കളയട്ടെ. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് -q മേലെ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് താഴേക്കും, അതുപോലെ തന്നെ +q മേലെ ഒരു റിപ്പൽസീവ് ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിട്ട് ഉണ്ടാവും. ഇവിടെ നമുക്കറിയാം ടോട്ടൽ ചാർജ് പറഞ്ഞാൽ 0 ആണ്. കാരണം എന്തായാലും ഡൈപോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് കൂട്ടിയാൽ നിങ്ങൾക്ക് എന്തേ കിട്ടുള്ളൂ? 0 ആണ് കിട്ടുക. അത് മാത്രമല്ല ഇവിടെ രണ്ട് സെയിം ചാർജുകളാണ്. അപ്പൊ ഇതിന്റെ മേലെ എത്ര ഫോഴ്സ് എക്സേർട്ട് ചെയ്യണത് അത് തന്നെയായിരിക്കും ഇതിന്റെ മേലെ. ആകെ ഒറ്റ വ്യത്യാസമുള്ളൂ,
ഇത് ഡൗൺവേർഡ് ആണെങ്കിൽ ഇത് അപ്വേർഡ് ആണ്. നിങ്ങൾ ടോട്ടൽ ഫോഴ്സ് കണ്ട 0 ആണ് കിട്ടുക അല്ലെ. ഒരു പോയിന്റിന്റെ മേലെ സെയിം ഫോഴ്സ് ഓപ്പോസിറ്റ് സൈഡുകളിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഫോഴ്സ് എന്താ കിട്ടുക? 0 ആണ് കിട്ടുക. പക്ഷെ ഇവിടെ നമുക്ക് ടോട്ടൽ ഫോഴ്സ് 0 അല്ല. കാരണം ഇവിടെ നമ്മുടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് സിംഗിൾ പോയിന്റിലല്ല, 2 പോയിന്റ് ആയിട്ടാണ്. അപ്പൊ ഇവിടെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ഉണ്ട് അല്ലെ. നമ്മൾ അങ്ങനത്തെ ഒരു പെയർ നമ്മൾ കപ്പിൾ എന്നാണ് വിളിക്കാറുള്ളത്. കപ്പിൾ. അല്ലെങ്കിൽ നമുക്ക് അവിടെ റൊട്ടേഷൻ എഫക്ട് വരുന്നില്ലേ ഫോഴ്സിനെ കൊണ്ടുവരാൻ? ഇത് മേലേക്ക്, ഇത് താഴത്തേക്ക്. അപ്പൊ ഇത് കിടന്ന് ഒരു ടേൺ ചെയ്യാനുള്ള ഒരു ചാൻസ് അല്ലേ ഉള്ളത്. അപ്പൊ നമ്മൾ ഇവിടെ പറയും ഈ ഡൈപോൾ മൊമെന്റ് ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുവച്ചപ്പോ അവിടെ എന്തുണ്ടായി? ആക്ച്വലി ടോർക്ക് ഉണ്ടായിട്ടുണ്ട്. അവിടെ എന്തുണ്ടായിട്ടുണ്ട്? ടോർക്ക് ഉണ്ടായിട്ടുണ്ട്. ക്ലിയർ ആണ് എങ്ങനെ ടോർക്ക് വന്നത് എന്നുള്ളത്? ഈ ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ആക്ട് ചെയ്തു, അപ്പൊ ഒരു ഫോഴ്സ് ഉണ്ടായി. എത്രയാ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് അത് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് പറയുന്നിട്ട് തിരിച്ചിങ്ങോട്ട് ടോർക്കിലേക്ക് വരാം. അതായത് നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ എന്താ? ഈസ് ഈക്വൽ ടു 1/4πε0 Q/r². അത് നിങ്ങൾ ആലോചിക്കണം. ഈ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കിയ ആളാട്ടോ. ഇവിടുന്ന് കുറെ ഫീൽഡുകൾ പോകേണ്ടതല്ലേ. ആ ഫീൽഡിന്റെ കേസിൽ എവിടെയാണോ ചാർജ് ഉള്ളത് ആ ചാർജും ഈ പോയിന്റും, ഈ ചാർജ് എന്ന് പറയാൻ പാടില്ല, ഇവിടെയുള്ള ചാർജും ഈ പോയിന്റും തമ്മിൽ അങ്ങനെ പറയാൻ പാടുള്ളൂ. ഇലക്ട്രിക് ഫീൽഡ് പറയുമ്പോൾ ഒരു ചാർജിന്റെ കാര്യം പറയാൻ പാടുള്ളൂ. ഇവിടെ കൊടുന്ന് വെക്കാതെ ടെസ്റ്റ് ചാർജിനല്ലേ. അപ്പൊ അതിൻ്റെ ഇടയിലുള്ള ദൂരം 6 എന്നൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്താൻ പറഞ്ഞെന്നുള്ളൂ. അപ്പൊ ഇപ്പൊ അത് ഇലക്ട്രിക് ഫീൽഡ് ആകുമ്പോൾ ഒരു ക്യൂ ഉള്ളൂ. ഇത് ഫോഴ്സ് ആക്കണമെങ്കിൽ ആകെ അതായത് ഇവിടെയുള്ള ക്യൂവും കൂടി ഇവിടെ എടുത്തു കഴിഞ്ഞാൽ അത് ഫോഴ്സ് ആയില്ലേ. അപ്പൊ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ ആ ക്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്താ കിട്ടുന്നത്? ആക്ച്വലി ഫോഴ്സ് അല്ലേ കിട്ടുന്നത്. അപ്പൊ ഇവിടെ ഒരു ഫോഴ്സ്, അതുപോലെ ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ട്. മനസ്സിലായല്ലോ പറഞ്ഞത്. അപ്പൊ ഇനി നമുക്ക് ടെക്സ്റ്റ് പറഞ്ഞ കാര്യത്തേക്ക് പോവാം. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഡൈപോൾ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുവച്ചപ്പോ ഡൈപോളിനെ കുറിച്ച് കറക്കുന്നുണ്ട് ഇലക്ട്രിക് ഫീൽഡ്. ടോർക്ക് കൊടുത്തിട്ട് തിരിക്കാൻ നോക്കുന്നുണ്ട്. എന്തിനാണ് തിരിക്കാൻ നോക്കണമെന്ന് അറിയോ? ഈ ഇലക്ട്രിക് ഫീൽഡിൽ ഇവിടെയുള്ള അതിന്റെ ആവശ്യം ഡൈപോളിനെ അലൈൻ ചെയ്യാന്നുള്ളതാണ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ആവശ്യം എന്താണ്? ഡൈപോളിനെ അലൈൻ ചെയ്യുക. എങ്ങനെ അലൈൻ ചെയ്യുക? ഇതിന് പോണ വഴിയിൽ തടസ്സമില്ലാത്ത രീതിയിൽ അലൈൻ ചെയ്യുക. തടസ്സമില്ലാത്ത എങ്ങനെയാണ്? ഇലക്ട്രിക് ഫീൽഡ് മേലേക്കല്ലേ പോണത്. അപ്പൊ അതിന് പാരലായിട്ട് ഡൈപോൾ വന്നു കഴിഞ്ഞാൽ, ഇതേപോലെ ഡൈപോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് അത് തടസ്സമില്ല, അവർക്ക് ഫോഴ്സ് ടൈം കൊടുക്കാൻ പറ്റൂല, ഇവർക്ക് അതിന്റെ ആവശ്യമില്ല. അവരെന്ത് ചെയ്യും? അവർ പോണ പാത്തിൽ അവരങ്ങനെ കണ്ടിന്യൂ ചെയ്തോളും. അല്ലെങ്കിൽ ഈ കേസിൽ എങ്ങനെ ഫോഴ്സ് കൊടുക്കുക? ഫോഴ്സ് കൊടുക്കണമെങ്കിൽ ഇവിടെ ആയിട്ട് ആക്ട് ചെയ്യണ്ടേ. ഇതിപ്പോ അങ്ങനെ രണ്ട് സൈഡിലായിട്ടൊന്നും ആക്ട് ചെയ്യണില്ലല്ലോ. അപ്പൊ നമ്മൾക്ക് ഈ ഡൈപോളിനെ അലൈൻ ചെയ്യിക്കുക എന്നുള്ളതാണ് ആരുടെ റോള്? ഇലക്ട്രിക് ഫീൽഡിന്റെ റോള്. ഇവിടുത്തെ ടോർക്ക് നമുക്കറിയാം. ടോർക്കിന്റെ ഇക്വേഷൻ ശരിക്കും എന്താണ്? നമ്മൾ എഴുതിയ R×F. ഇതല്ലേ ടോർക്കിന്റെ ഇക്വേഷൻ? R എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസിലെ ആ എൻഡുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ്. ഇവിടുത്തെ കേസിലാണെങ്കിൽ F നമ്മൾ കണ്ടു. ഇപ്പൊ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു F എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിനെ നമ്മൾ ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ E×Q അല്ലെ. ഇലക്ട്രിക് ഫീൽഡിനെ ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമ്മൾക്ക് ഏത് കിട്ടി? EQ എന്ന് കിട്ടി. അപ്പോൾ എഫിന് പകരം ഞാൻ കൊടുത്തു EQ ഇൻറ്റു ഇവിടെ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ആ പോയിന്റുകളുടെ ദൂരത്തിലാണ് 2a അല്ലേ. അപ്പൊ നമ്മളിത് 2a. ഓക്കെ. അപ്പൊ EQ ക്രോസ് 2a. ഇനി ഇത് നമ്മൾ ക്രോസ് എടുത്ത് ഒഴിവാക്കിക്കോ. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? 2QAE sin θ. ഇതല്ലേ കിട്ടുക അല്ലേ? കാരണം അത് ക്രോസ് പ്രൊഡക്റ്റ് ആവുമ്പോൾ നമ്മളവിടെ സൈൻ തീറ്റ വരില്ലേ. അത് വന്നു, വേറെ ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ ടോർക്ക് ഓൺ എ ഇലക്ട്രിക് ഡൈപോൾ ഡ്യൂ ടു ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 2QAE sin θ. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ ഈ ഇക്വേഷൻ കാണാൻ പറ്റും. ഓക്കെ. എന്തെങ്കിലും സംശയം ഉണ്ടോ? ആറിന് പകരം നമ്മൾ എന്ത് കൊടുത്തു? 2a കൊടുത്തു. അതുപോലെ എഫിന് പകരം EQ നമ്മൾ തൊട്ട് മുമ്പ് സ്റ്റെപ്പിൽ കണ്ടു. അത് ഒന്ന് നിങ്ങൾ ബാക്കിലേക്ക് റിവൈൻഡ് ചെയ്ത് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെയാണ് എഫിന് EQ എന്ന് വിളിച്ചത് അവിടെ കാണാം. ഓക്കെ. ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ ഓൾറെഡി ഉള്ളതാണ്. അവിടെ പക്ഷെ നമ്മൾ ഒരു ചാർജിനെ പറ്റി പറയുള്ളൂ. ഈ നെക്സ്റ്റ് ചാർജിനെ മെൻഷൻ ചെയ്യില്ല. അതിന് വരെ 1 കൊടുക്കുക, 1 കൂളെന്നാ കൊടുക്കുക. ഇതൊരു പോസിറ്റീവ് ചാർജിനെ കൊടുന്ന് വെച്ച പോലെ എന്നുള്ളൊരു ഐഡിയയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് നമ്മളിപ്പോൾ ആ Q കൊണ്ട് കൂടി മൾട്ടിപ്ലൈ ചെയ്ത് ആര് ഇക്വേഷനായി? എഫിന്റെ ഇക്വേഷനായി. കാരണം 1/4πε0 Q/r² ആണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ. Q1 Q2/r² ആര് ഇക്വേഷനായി? ഫോഴ്സിന്റെ ഇക്വേഷനായി. അതാണ് എക്സ്ട്രാ Qയുടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് എന്നായത്. ക്ലിയർ ആണോ പറഞ്ഞത്? ഇനി നമുക്ക് ബാക്കി എന്താ നോക്കി നോക്കാം. ഇവിടെ ഇപ്പൊ നോക്ക് നിങ്ങൾ 2QA. ഇത് എന്തിന്റെ ഇക്വേഷൻ? 2QA എന്ന് പറഞ്ഞാൽ എന്താ സാധനം? 2QA എന്ന് പറഞ്ഞാൽ എന്താണ് സാധനം? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട ഇലക്ട്രിക് ഡൈപോളിന്റെ ഇക്വേഷൻ ആണ്. അപ്പൊ ടോർക്ക് ഈസ് ഈക്വൽ ടു 2QA എന്ന് പറഞ്ഞാൽ നമ്മളെ ആരാണ്? ഡൈപോൾ മൊമെന്റ്. അപ്പൊ അതിന് P എന്ന് കൊടുത്തൂടെ? P. പിന്നെ ഈ സൈൻ തീറ്റ ഞാൻ പ്രൊഡക്റ്റ് ആക്കി എഴുതാൻ പോണ്. P×C പോരെ. ടോർക്ക് ഈസ് ഈക്വൽ ടു P×C. കറക്റ്റ് അല്ലേ? നിങ്ങൾ ക്രോസ് പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ P സൈൻ തീറ്റ എന്നല്ലേ വരിക.
പിക്ക് പകരം പി പറഞ്ഞാൽ എന്താണ്, ടു ഈക്വലന്റ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ ഡിസ്റ്റൻസ്. ഡൈപോള് അത് നമ്മൾ ഇക്വേഷൻ പഠിച്ചതല്ലേ, ഡൈപോളിന്റെ ഇക്വേഷൻ പഠിച്ചതല്ലേ, 2AQ എന്ന് പഠിച്ചതല്ലേ നമ്മൾ. അത് തന്നെ ഇവിടെ കൊണ്ട് കൊടുത്താൽ മതി, അപ്പം നമുക്ക് പഴയ ഇക്വേഷൻ തന്നെ കിട്ടും. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? അതായത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഈ ഡൈപോള് ഇലക്ട്രിക് ഫീൽഡ് അലൈൻ ചെയ്യുക എന്നുള്ളതാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ആവശ്യം. അപ്പൊ അങ്ങനെ അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവന് ഫോഴ്സ് ഉണ്ടാവില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഉണ്ടാവില്ല നമുക്ക് ചെക്ക് ചെയ്യാം. അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ആംഗിളൊക്കെ വ്യത്യാസം ഉണ്ട് അല്ലേ. ഒരു എന്താ പറയുക, ഒരു പ്ലെയിൻ ആയിട്ട് രണ്ട് ഇലക്ട്രിക് ഫീൽഡ് രണ്ട് ഭാഗത്ത് ആക്ട് ചെയ്യുകയാണെങ്കിൽ രണ്ടും ഒരേ ആംഗിളിലൊന്നല്ല ആക്ട് ചെയ്യണത്, കുറച്ച് ചെരിഞ്ഞിട്ടൊക്കെ ഇരിക്കണമെന്ന് കൂട്ടിക്കോ. ഇനി ഇതെങ്ങനെ ഇങ്ങനെയാണ് നിൽക്കണമെന്നുണ്ടെങ്കിലും ഒന്നുകൂടി അവിടെ ടോർക്കിന്റെ ഇക്വേഷൻ, ടോർക്ക് ഈസ് ഈക്വൽ ടു പി ക്രോസ് സി, അല്ലെങ്കിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്താണെങ്കിൽ PE സൈൻ തീറ്റ എൻ ക്യാപ്പ് ഒക്കെ ഉണ്ടാവും, യൂണിറ്റ് വെക്ടർ കവർ കിടക്കട്ടെ. അപ്പൊ ഇതാ ഈ ഡൈപോള് ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്തേണ്ട അവസാനം ഇങ്ങനെ -Q + Q, എന്നിട്ട് ഇവിടെ നിൽക്കുക ഇതേപോലെ ചാർജുകൾ പോകേണ്ടി. ഇപ്പൊ ഒറ്റ സംശയം ചോദിക്കാവുള്ളൂ, ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇവിടെ പോകുന്നുണ്ട്. ഒറ്റ സംശയം, ഇലക്ട്രിക് ഫീൽഡും ഈ ഡൈപോളും തമ്മിലെ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി ആണോ അതോ 180 ഡിഗ്രി ആണോ? എത്രയാണ് ആംഗിൾ? 0 ആവാ അല്ലെങ്കിൽ 180 ആവാം. 0 ആവാം 180 ആവാം, കാരണം എന്താ, പാരലായിട്ടല്ലേ കിടക്കണത്. അപ്പൊ ഇത് പാരലാണെങ്കിൽ 0, ആന്റി പാരലാണെങ്കിൽ 180. ഇനി ഏതാണെങ്കിലും സൈൻ തീറ്റന്റെ സ്ഥലത്ത് സൈൻ 0 എന്ന് കൊടുത്താലും സൈൻ 180 എന്ന് കൊടുത്താലും ഒക്കെ ആൻസർ എന്താ കിട്ടുക? 0 എന്നാണ് കിട്ടുക. അപ്പൊ ടോർക്കിന്റെ ആൻസർ എന്താവും? 0. കണ്ടോ, അലൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ടോർക്കിന്റെ വാല്യൂ എത്രയായിട്ട് മാറി? 0 ആയിട്ട് മാറി. ഇവിടെ ടോർക്ക് 0 ആണെന്നുള്ളത് ഓക്കെ, പക്ഷെ അതിന്റെ അർത്ഥം ഫോഴ്സ് 0 ആണെന്നല്ല. ഫോഴ്സ് ഉണ്ട്, ഇതാ ഇപ്പൊ ഈ ഇലക്ട്രിക് ഫീൽഡ് വന്നു കഴിഞ്ഞാൽ ഇയാളെ മേലും ഫോഴ്സ് ഉണ്ട്, ഇയാളെ മേലും ഫോഴ്സ് ഉണ്ട്. പക്ഷെ ടോർക്ക് ഇപ്പൊ എന്തായി? 0 ആയി മാറിയിട്ടുണ്ട് അല്ലെ. ഈ കേസിൽ ടോർക്ക് ഉണ്ടായിരുന്നു, അലൈൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ടോർക്ക് 0 ആയിട്ടുണ്ട്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ, നോൺ യൂണിഫോമിനെ കാണിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? പല ലെങ്ത്തിലുള്ള ലൈൻസ് വെച്ചാൽ അല്ലേ. അപ്പൊ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ അത് അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ, അലൈൻ ചെയ്ത ഡൈപോള് അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ടോർക്ക് 0 ആവും. കാരണം എന്താണ്, ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ടോർക്കൊന്നും ആക്ട് ചെയ്യാനില്ല, കാരണം എല്ലാ ഫീൽഡ് ലൈൻസും ഇതുപോലെ എങ്ങനെ നിൽക്കുന്നത്. പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ടോർക്ക് 0, നെറ്റ് ടോർക്ക് ചിലപ്പോൾ 0 ആയിരിക്കും, പക്ഷെ ഫോഴ്സ് എന്തായിക്കൊള്ളുന്നില്ല, അത് 0 ആവണമെന്നില്ല. എപ്പോഴാണത്? ഇലക്ട്രിക് ഫീൽഡ് നോൺ യൂണിഫോം ആകുമ്പോൾ. ഇതൊക്കെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ലെവലിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നമ്മൾ MCQയിൽ ഇത് എങ്ങനെ ചോദിക്കുന്നത് നമുക്ക് അറിയാത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത് പ്രിപ്പയർഡ് ആവാം കേട്ടോ. ടോപ്പിക് ഓരോന്ന് കാണുമ്പോൾ നിങ്ങൾ ക്ലിയർ ചെയ്ത് പോവാം. അപ്പോൾ ഇതിന്റെ ചില പിക്ചറുകൾ അവിടെ നിങ്ങൾക്ക് 1.23 എന്നുള്ള ആ ഒരു ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ഡയറക്ഷൻ ഓഫ് നെറ്റ് ഫോഴ്സ്, ഡയറക്ഷൻ ഓഫ് ഇൻക്രീസിംഗ് വീൽ എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഫോഴ്സ് ഉണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ കാണിക്കാനായിട്ട് ഈ ഒരു കാര്യം റെപ്രസെന്റേഷൻ ഉപയോഗിച്ചിട്ടുണ്ട് അവർ. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പേജിലേക്ക് പോവാം. അവിടെ നമ്മൾ അടുത്തൊരു ടോപ്പിക് ആണ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഇത് കണ്ടില്ല നിങ്ങൾ, ഇതിൽ ഇക്വേഷൻ ഒന്നും ഇല്ല, ഇത് ഇത്രേ ഉള്ളൂ. കാര്യം മനസ്സിലാക്കിയത്, ഇക്വേഷൻ ആകെ എന്താണത്? ടോർക്കിന്റെ ഇക്വേഷൻ എഴുതിയില്ലേ? എന്തെങ്കിലും ടോർക്കിന്റെ ഇക്വേഷൻ, ടോർക്ക് ഈസ് ഈക്വൽ ടു P ക്രോസ് E, അതല്ലെങ്കിൽ Pന്റെ കാര്യങ്ങൾ 2AQ കൊടുക്കുകയാണെങ്കിൽ 2AQE സൈൻ തീറ്റ, പിന്നെ ഒരു n ഉണ്ടാവും വെക്ടറിന്റെ. ഓക്കെ, കണ്ട നിങ്ങൾ ഈ ഇക്വേഷൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും നിങ്ങൾ പഠിക്കേണ്ട, മറ്റേതൊക്കെ ഒരു കാര്യം പറഞ്ഞെന്നുള്ളൂ. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് നമ്മളെ കൂളംസ് ലോന്റെയും അതേപോലെ മറ്റു ചില ടോപ്പിക്കുകൾ, മറ്റ് ചാപ്റ്ററുകൾ പഠിക്കാനുള്ളതിന്റെ ഒരു ബേസ് ആണ് ഇനി അങ്ങോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ഇത്ര നേരം നമ്മൾ മെൻഷൻ ചെയ്തത് ചാർജുകളെ പറ്റിയിട്ടായിരുന്നു അല്ലെ. ഒരു ചാർജ് ഇവിടെ വെച്ചു, വേറൊരു ചാർജ് r ഡിസ്റ്റൻസ് കൊണ്ടുവച്ചു, അവർക്കിടയിലുള്ള ഫോഴ്സ് എത്രയാണ്. പക്ഷെ നമുക്കറിയാം റിയൽ ലൈഫിൽ നമ്മൾ ചാപ്റ്ററിന്റെ തുടക്കത്തിലൊക്കെ അല്ലെങ്കിൽ മുമ്പൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കോണ്ടൈസേഷൻ. അത് കേട്ട വാക്കന്നല്ലേ ഇതിപ്പോ, കോണ്ടൈസേഷൻ എന്ന് പറയുന്നത്. നമ്മളതൊരു മൈക്രോസ്കോപ്പിക് ലെവലിൽ ആ ടേം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, കാരണം അവിടെ ഇലക്ട്രോൺസിന്റെ എണ്ണത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. പക്ഷേ മാക്രോസ്കോപ്പിക് ലെവലിൽ വന്നു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോൺ കൂടിയതുകൊണ്ടോ ഒരു ഇലക്ട്രോൺ കുറഞ്ഞതുകൊണ്ടോ പ്രത്യേകിച്ച് ചാർജിന് ഒരു വ്യത്യാസം ഉണ്ടാവില്ല, കാരണം അത് വലിയ നമ്പറുകളുടെ കണക്കാണ് അവിടെ നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ മൈക്രോസ്കോപ്പിക് ലെവലിൽ ഒരു ചാർജ് മറ്റൊരു ചാർജിൽ നിന്ന് ഇത്തിരി വിട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ വിട്ടാണ് നിൽക്കുന്നത്, അപ്പൊ അതിൻ്റെ ഇടയിൽ ഫോഴ്സ് വരെ വെച്ചാൽ മീനിങ് ഉണ്ട്. പക്ഷെ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ മൈക്രോസ്കോപ്പിക് അല്ലല്ലോ ഡീൽ ചെയ്യുന്നത്, നമ്മൾ ഡീൽ ചെയ്യുന്നത് എപ്പോഴും എന്തിനോടാണ്? മാക്രോസ്കോപ്പിക് ആണ്. അപ്പൊ നമ്മൾ ഇത്ര നേരം പിന്നെ എന്തിനാണ് പറഞ്ഞത്? അത് എളുപ്പമായിരുന്നു പഠിക്കാൻ, ബേസ് പറഞ്ഞു വരുമ്പോൾ അതിന് പഠിക്കാനുള്ള എളുപ്പം. അപ്പൊ നമ്മൾ ഈ സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളൊക്കെ ചാർജ് ഒരു പക്ഷെ ഒരു സർഫേസിന്റെ മേലെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു വയറിലൂടെ ഫ്ലോ ചെയ്യണ പോലെയൊക്കെയോ, ഒരു വയറിലൂടെ നമ്മളൊക്കെ വീട്ടിൽ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഓരോ ഇലക്ട്രോണിക്സ് പോവാന്നാണ് നമ്മൾ ഇമാജിൻ ചെയ്യുന്നത്. അല്ല, അത് ഒരുപാട് ചാർജുകളാണ് അവിടെ പോയിട്ട് നിൽക്കുന്നത്. അല്ലാതെ ഒരു ഇലക്ട്രോൺ വയർ കൂടി ഇങ്ങനെ വന്നു, ഫോണിന്റെ അഡാപ്റ്ററിൽ കയറി അതിനുള്ളിൽ കൂടി ഇങ്ങനെ വന്ന് വയറിലൂടെ കയറി ഫോണിലേക്ക് എത്തി, ഫോൺ ചാർജ് ആയി, ഇല്ല, തെറ്റാണ്, അങ്ങനെയല്ല. ഒരുപാട് ചാർജുകളാണ് ആ വയറിനുള്ളിൽ കൂടി വരുന്നത്. അപ്പൊ അവിടെ നമുക്ക് ഓരോ ചാർജുകൾ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. അവിടെ നമ്മൾ ഇതിന്റെ ഒരു ആവറേജ് സെൻസിലാണ് കാര്യങ്ങൾ കാണുക.
അപ്പൊ നമ്മൾ അവിടെ ചില പ്രത്യേക ടോപ്പിക്കുകൾ മീൻസ് പ്രത്യേക കാറ്റഗറികളായിട്ട് നമ്മൾ കാര്യങ്ങൾ കാണാൻ പോവാണ്. അതായത് സർഫസ് ചാർജ് ഡെൻസിറ്റി, ലൈൻ ചാർജ് ഡെൻസിറ്റി, അതുപോലെ തന്നെ വോളിയം ചാർജ് ഡെൻസിറ്റി. 3 ടേമുകളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഇവിടെ വേറെ ഒന്നുമില്ല, നിങ്ങൾ കേട്ടാൽ മാത്രം മതി. എന്താണ് പറയുന്നത്? നമ്മൾ ചാർജുകളെ പറ്റി പറയുന്നത് മൈക്രോസ്കോപ്പി ലെവലിലാണ്. മാക്രോസ്കോപ്പിയിൽ അതിനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയല്ല ശരിക്കും. മൈക്രോസ്കോപ്പി ലെവലിൽ നമുക്ക് പറയാം 2 ചാർജിന്റെ ഇടയിൽ ദൂരമുണ്ട്, അപ്പോൾ ഒരു R ഡിസ്റ്റൻസിലാണെന്നൊക്കെ പറയാം. മൈക്രോസ്കോപ്പിക് ആകുമ്പോൾ കുറേ ചാർജുകൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കിടക്കണു. ഇപ്പോൾ ഒരു മെറ്റലിന്റെ ഒരു ഷീറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്താ അവസ്ഥ? അതിൽ ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ടാവും, അത് എവിടേക്കൊക്കെയോ ഉണ്ടാവും, ആകെ സ്പ്രെഡായി കിടക്കും. അപ്പോൾ നമ്മൾ അതിന്റെ ആവറേജ് ആയിട്ട് എടുത്തിട്ട് കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മൾ പറഞ്ഞു ആവറേജ് ആക്കിയിട്ടാണ് എടുക്കേണ്ടത്, അല്ലാതെ ഓരോ സിംഗിൾ ചാർജ് ആയിട്ടല്ല. അപ്പോൾ സേ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഷീറ്റ് എടുക്കുകയാണെങ്കിൽ, ഒരു മെറ്റാലിക് ഷീറ്റ് എടുക്കുകയാണെങ്കിൽ അതിലെവിടേക്കോ ആ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ചാർജിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ കൺസിഡർ ചെയ്യുന്ന അതിന്റെ ചെറിയൊരു പോർഷൻ നമ്മൾ എടുത്തു. ഡെൽറ്റ എസ് എന്നാണ് ആ എലമെന്റിനെ, ആ സർഫേസ് എലമെന്റിനെ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അവിടെ ഉള്ള ചാർജ് ഡെൽറ്റ ക്യൂ ആണെന്ന് ഇമാജിൻ ചെയ്യാം. അത് ഇവിടെ ഫുള്ള് ചാർജുകൾ ഉണ്ട്, ഇവിടെ ഉള്ളത് എത്രയാണ്? ഡെൽറ്റ ക്യൂ ആണ് ഇമാജിൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ സർഫേസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ, അപ്പൊ സർഫേസ് ചാർജ് ഡെൻസിറ്റിന്റെ സിമ്പൽ ആണ് എന്ത്? സിഗ്മ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എസ്. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്? ചാർജുകൾ ഓരോന്നിനെ പറ്റി ഇനി നമ്മൾ പറയേണ്ട ആവശ്യമില്ല. നമ്മൾ മെൻഷൻ ചെയ്യണം എന്തിനെ പറ്റിയിട്ടാണ്? നമ്മൾ വലിയ ഷീറ്റുകളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഒരു ഷേപ്പ് മീൻസ് ഒരു 3 ഡയമെൻഷനൽ ആയിട്ട് ഒരു ഒബ്ജക്റ്റിനെ പറ്റിയിട്ടൊക്കെ പറയാം. അവിടെ സിംഗിൾ ചാർജുകളായിട്ടല്ല നിൽക്കണ്ടായിരിക്കുക അവിടെ, അല്ലെങ്കിൽ സിംഗിൾ ഇലക്ട്രോണുകളായിട്ട് അവിടെ നിൽക്കണ്ടായിരിക്കുക. അവിടെ ഒന്നിച്ചുള്ള ചാർജുകളുടെ ഗ്രൂപ്പുകളായിരിക്കും, അല്ലെങ്കിൽ സ്പ്രെഡായി കിടക്കുകയായിരിക്കും. അപ്പൊ അവിടെ നമ്മൾ മറ്റു ചില ക്വാണ്ടിറ്റികൾ കൊണ്ടുവരണം. അതിൽ ഫസ്റ്റ് വണ്ണാണ് സർഫേസിന്റെ കാര്യത്തിലാണ് പറയുന്നതെങ്കിൽ ഉപയോഗിക്കേണ്ട വാക്കാണ് സർഫസ് ചാർജ് ഡെൻസിറ്റി. ഇനി നിങ്ങളൊരു 3 ഡയമെൻഷണൽ ഫിഗർ, അതിപ്പോൾ ഞാൻ ഇതിൽ വരച്ചിട്ട് കാര്യം, എന്നാലും നമുക്ക് വേണമെങ്കിൽ റെപ്രസെന്റേഷൻ ഉണ്ടെന്ന് പറയാം. കൺസിഡർ എ സ്ഫിയർ, ഒരു സ്ഫിയർ നിങ്ങൾ ഇമാജിൻ ചെയ്യാം. ഓക്കെ, ഒരു സ്ഫിയർ ഇമാജിൻ ചെയ്യാം. അപ്പോൾ 3 ഡയമെൻഷനാണ് ഇതിൽ കാണിക്കുന്നതിന് ഒരു പരിധി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ 3 ഡയമെൻഷണൽ ഫിഗറിന്റെ ഇതൊരു വോളിയം ആണല്ലോ. അപ്പോൾ ഇതൊരു സോളിഡ് സ്ഫിയർ ആണ് ഇമാജിൻ ചെയ്തത്, ഉള്ളിൽ പൊള്ളല്ല, സോളിഡ് സ്ഫിയർ ആണ്. അപ്പൊ അതിലും ഇതുപോലെ ഒരു ക്യൂ എന്നുള്ള ചാർജ് ചെറിയൊരു പോർഷനിൽ നിൽക്കുന്നുണ്ട്. ഓക്കെ, അതിന്റെ ചെറിയൊരു പോർഷൻ ക്യൂ എന്നുള്ള ചാർജ് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ പോർഷൻ എന്ന് പറയുമ്പോൾ അതൊരു സർഫേസ് ആവില്ല, ഉള്ളിക്കും കൂടി ഉണ്ടാവും കേട്ടോ. അതിന്റെ ആ സെന്ററിൽ നിന്ന് ഒരു കോണ് പോലെയൊക്കെയാണ് ഉണ്ടാവുക. എനിവേ ആ ഒരു വോളിയം അല്ലേ ഈ ഒരു ഭാഗത്ത് നമ്മൾ കൺസിഡർ ചെയ്ത വോളിയം, ആ ഒരു വോളിയത്തിലുള്ള ചാർജ് ഡെൽറ്റ ക്യൂ ആണ് വിചാരിക്കുക. അപ്പൊ നമുക്ക് പുതിയൊരു ക്വാണ്ടിറ്റി കിട്ടി. വോളിയം ഡെൽറ്റ വി ആയിക്കോട്ടെ, അവിടുത്തെ ചാർജ് ഡെൽറ്റ ക്യൂ ആണെങ്കിൽ വോളിയം ചാർജ് ഡെൻസിറ്റി റോ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി. എന്തത് രണ്ടാമത് ഇക്വേഷൻ വ്യത്യാസം? എന്താ? ഇതന്നെ വ്യത്യാസം, ഇത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ നമ്മളിപ്പോൾ 2 ഡയമെൻഷൻ പറഞ്ഞു, 3 ഡയമെൻഷൻ പറഞ്ഞു, ആകെ ഒരാൾ കൂടി ബാക്കിയുള്ള 1 ഡയമെൻഷൻ. അതായത് ഒരു വയറിന്റെ ഉള്ളിലൂടെ കറണ്ട് പോവുകയാണെങ്കിൽ ഇത് നിങ്ങൾ ചെറിയൊരു എലമെന്റ് എടുത്തോ, ചെറിയൊരു ദൂരം എടുത്തോ, ഡെൽറ്റ എൽ, അതിലൂടെ പോണ ചാർജ് ഡെൽറ്റ ക്യൂ നിർത്തോ. അപ്പൊ നമ്മൾക്ക് അവിടെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ, അതായത് ഈ ചാർജ് ഡെൻസിറ്റിനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെറ്റർ, ലൈൻ ചാർജ് ഡെൻസിറ്റിനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെറ്റർ ആണ് ഇത് ലാംഡ എന്ന് പറയുന്നത്. സോ ലാംഡ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഇപ്പൊ 3 ചാർജ് ഡെൻസിറ്റികളാണ് നമ്മളിപ്പോ ടോട്ടൽ ആയിട്ട് മെൻഷൻ ചെയ്തത്. ഏതൊക്കെയാണ് 3 ചാർജ് ഡെൻസിറ്റികൾ? ആദ്യം നമുക്ക് പറയാം ലൈൻ ചാർജ് ഡെൻസിറ്റി, ലാംഡ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എൽ. നെക്സ്റ്റ് ഏതാണ് നമ്മൾ പറഞ്ഞത്? സർഫേസ് ചാർജ് ഡെൻസിറ്റി സിഗ്മ ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എസ്. ഡെൽറ്റ എസ് അല്ലെങ്കിൽ ഡെൽറ്റ എസ്, സർഫേസ് എലിമെന്റിന്റെ ഏരിയ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വോളിയം ചാർജ് ഡെൻസിറ്റി റോ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി. കണ്ടോ, 3 ചാർജ് ഡെൻസിറ്റികൾ പറയും. ഇത്ര ടെക്സ്റ്റ് ബുക്കിൽ ആ ഒരു പോർഷനിൽ മൊത്തത്തിൽ പറയുന്നുള്ളൂ. ക്ലിയർ ആണോ? ഇനി ഓരോന്നിന്റെ യൂണിറ്റ് നോക്കുക. ക്യൂ ചാർജ് ആണ്, പെർ ലെങ്ത് മീറ്റർ. അപ്പൊ കൂളം പെർ മീറ്റർ ആണ് ലാംഡേന്റെ യൂണിറ്റ്. ഇവിടെ കൂളം പെർ എന്താണ്? മീറ്റർ സ്ക്വയർ. ഇവിടെ ആണെങ്കിൽ എന്താ? കൂളം പെർ മീറ്റർ ക്യൂബ്. മനസ്സിലാവേണ്ട പറഞ്ഞത്? കാരണം ഇവിടെ എന്താണ്? താഴെ ഏരിയ ആണ് ഇപ്പൊ മീറ്റർ സ്ക്വയർ, ഇവിടെ ലെങ്ത് ആണ് ഇപ്പൊ മീറ്റർ, ഇവിടെ വോളിയം ആണ് ഇപ്പൊ എന്താ? മീറ്റർ ക്യൂബ്. ക്ലിയർ അല്ലേ പറഞ്ഞ കാര്യം? അപ്പൊ ഈ ഭാഗത്ത് നമുക്ക് ഭയങ്കര സംഭവൂലമായിട്ടൊന്നുമില്ല, ചെറിയ ചില ടോപ്പിക്കുകളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഇപ്പൊ നമ്മൾ എന്തിനെ പറ്റി ഡിസ്കസ് ചെയ്തത്? ചാർജ് ഡെൻസിറ്റിനെ പറ്റി പറഞ്ഞു അല്ലേ? എന്തുകൊണ്ടാണ് ചാർജ് ഡെൻസിറ്റിനെ പറ്റി പറഞ്ഞത്? കാരണം നമുക്ക് സിംഗിൾ ചാർജുകളായിട്ടല്ല ഉള്ളത്, ചാർജിന്റെ ഡിസ്ട്രിബ്യൂഷനിലാണ് ഉണ്ടാവുക. അപ്പൊ ഇതിന് മുമ്പ് നമ്മൾ പറഞ്ഞു ഒരു ചാർജ് നമ്മൾ എവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതിന് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ ഇനി നമ്മൾക്ക് പറയുമ്പോൾ ഒരു ചാർജിനെ കൊണ്ടല്ല ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക, ഈ ഡിസ്ട്രിബ്യൂഷൻ, കുറെ ചാർജുകളുടെ ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക. ഒരു എക്സാമ്പിൾ നിങ്ങൾ ചിന്തിക്കുക. സ്പേസിൽ ഇവിടെ തന്നെ, ഇവിടെ ഞാൻ ഇമാജിൻ ചെയ്തോ, ഇവിടെ നമ്മൾ ഒരു ചാർജ് ഡെൻസിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. സ്പേസ് ആണ് കേട്ടോ,
സ്പേസിനെ പറ്റിയിട്ട് പറയുന്നത്. സ്പേസിനെ പറ്റി പറഞ്ഞാൽ ഏതാണ് 3 ഡയമെൻഷനിലാണ് കേട്ടോ. അപ്പൊ നമ്മൾ മനസ്സിൽ ഏത് ഡെൻസിറ്റിയാണ് വരേണ്ടത്? സർഫേസാ വരേണ്ടത്, ലൈനാ വരേണ്ടത്, വോളിയാ വരേണ്ടത്? വോളിയം ചാർജ് ഡെൻസിറ്റിയാണ് വരേണ്ടത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, വോളിയം ചാർജ് ഡെൻസിറ്റിയാണ് സ്പേസിലുള്ളത്. അപ്പൊ അതിനെ കൊണ്ടിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ്. സാധാരണ നിൽക്കാറ് നിങ്ങൾ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ ചെയ്താൽ E is equal to 1/4πε0 Q/r² ഇൻറ്റു ആർ സ്ക്വയർ. ഇവിടെ ആർ സ്ക്വയർ കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുക, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ പറയുന്നത്? ആർ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ചാർജ് എവിടെയാണോ വെച്ചത് അവിടുന്ന് ഏത് പോയിന്റ് പി എന്നുള്ള പോയിന്റ് എവിടെയാണോ നമ്മൾ കൺസിഡർ ചെയ്യുക അങ്ങോട്ടുള്ള ദൂരം. ഇവിടെ അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ, പക്ഷെ ഒറ്റ ചേഞ്ചേ ഉള്ളൂ. ഇവിടെ ക്യൂ എന്നുള്ളൊരു ചാർജ് കൊണ്ടായിരിക്കുമല്ലോ ഉണ്ടാവും, അവിടെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ സ്പേസിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് നമുക്കറിയാം ഇവിടെ ഏത് ഡെൻസിറ്റി ആണ് വേണ്ടത്? വോളിയം ചാർജ് ഡെൻസിറ്റി. നമുക്കറിയാം വോളിയം ചാർജ് ഡെൻസിറ്റിന്റെ ഇക്വേഷൻ എന്താണ്? ഏതെങ്കിലും സിമ്പിൾ എന്തായിരുന്നു അതിന്റെ? റോ അല്ലെ. റോ ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ വി. നമുക്ക് ഇതല്ല നമ്മുടെ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ഈ ഡെൽറ്റ വിനെ എല്ലാം ഇങ്ങോട്ട് വേണ്ടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? റോ ഡെൽറ്റ വി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ. നമുക്ക് അറിയാത്ത ആരെ കിട്ടി? ഡെൽറ്റ ക്യൂ നമുക്ക് കിട്ടി. ഇത് ഒരു ചാർജ് അല്ല കേട്ടോ, ചാർജിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണത്. ഓക്കെ, അത് ഇവിടെ കൊണ്ടേ കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? E ഈസ് ഈക്വൽ ടു 1/4πε0 ക്യൂവിന് പകരം എന്താ കൊടുക്കേണ്ടത്? റോ ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ r² ഇൻറ്റു ആർ ക്യാപ്. കണ്ടില്ലേ? അപ്പൊ ഇതിപ്പോ ഏതോ ഒരു ചെറിയ പോർഷൻ, അതായത് ഞാൻ ഇപ്പൊ ഇത്ര വലുപ്പമുള്ള ഒരു സ്പേസ് എടുക്കുന്ന വെച്ചാൽ അതിന്റെ ചെറിയൊരു വോളിയത്തിന്റെയാണ് ഈ കണ്ടത്. അങ്ങനെ ഒരുപാടെണ്ണം വേണ്ട. ഇതിപ്പോ ഒരു ഇലക്ട്രിക് ഫീൽഡ് ആണ് ഇപ്പൊ ഇത് അല്ലെ. ഈ ചെറിയ പോർഷനിൽ ഉള്ള ചാർജിനെ കൊണ്ട് ഉണ്ടായ ഇലക്ട്രിക് ഫീൽഡ്, ചാർജ് അല്ല ചാർജ് ഡിസ്ട്രിബ്യൂഷനെ കൊണ്ട് ഉണ്ടായ ഇലക്ട്രിക് ഫീൽഡ്. അങ്ങനെ നമുക്ക് ഇതിന്റെ ഒക്കെ കാണണ്ടേ? ആക്ച്വലി നമുക്കറിയാം ഈ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു തോന്നിയ പോലെ ഇരിക്കും, എല്ലായിടത്തും ഒരേ ഡെൽറ്റ ക്യൂ എന്നല്ല ഉണ്ടാവുക. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? വളരെ ചെറിയ വോളിയംസ് എടുക്കും, അതാണ് നമ്മളെ പരിപാടി. അങ്ങനെ ചെറിയ മിസ്റ്റേക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചെറിയ വോളിയങ്ങൾ എടുക്കും. ഓരോ ചെറിയ വോളിയത്തിലും എന്തായിരിക്കും ഡെൻസിറ്റി, ഈ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ സെയിം ആയിരിക്കും എന്ന് അസ്യൂം ചെയ്തിട്ട് നമ്മളോട് ചെയ്യും. പക്ഷെ ഇവിടെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പിന്നെ ഈ സമ്മേഷൻ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല, ഇന്റഗ്രേഷനിലേക്ക് പോകേണ്ടി വരും. അപ്പൊ നമുക്ക് ആകെ കാര്യങ്ങൾ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നമ്മളിവിടെ സമ്മേഷൻ തന്നെ ചൂസ് ചെയ്യാണ്. ഈക്വൽ ടു എന്നിട്ടല്ല, നമ്മൾ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു വെച്ച് ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ ഒന്നല്ല, അങ്ങനത്തെ ഒരുപാടെണ്ണം ഉണ്ടാവും ഒരു സൈസിൽ അല്ലെങ്കിൽ ഒരു 3 ഡയമെൻഷണൽ ഫിഗറിൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഏതാ? ടോട്ടൽ ഇ. ഇതിപ്പോ ഒരു ചെറിയ ഇ കഴിഞ്ഞിട്ടുള്ളൂ അങ്ങനെ. അപ്പൊ ഞാൻ ചെറുതെന്ന് കാണിക്കേണ്ട ഡെൽറ്റ കൂടി എഴുതാം, അതിലൊരു ഡൗട്ട് വരണ്ട. ഡെൽറ്റ ഈസ് ഈക്വൽ ടു, സോ ഇവിടെ ടോട്ടൽ ഇ ഇലക്ട്രിക് ഫീൽഡ് ഇ ഈസ് ഈക്വൽ ടു 1/4πε0. ഓക്കെ, പിന്നെ സമ്മേഷൻ ഓവർ, സമ്മേഷൻ നമ്മൾ ചെയ്യണ്ടേ, കാരണം എല്ലാവരും നമുക്ക് കൂട്ടാനുള്ളതല്ലേ. ഓൾ എന്ന ടെക്സ്റ്റിലുള്ള പോലെ തന്നെ ഏതാ? ഓൾ ഡെൽറ്റ വി. നമുക്ക് ഒരു ഡെൽറ്റ വി ഇവിടെ ഉള്ളൂ, അങ്ങനത്തെ എല്ലാ ഡെൽറ്റ വിയും കൂട്ടണം. റോ ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ r² ആർ ക്യാപ്. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പൊ ഇതിപ്പോ എന്താണ്? ഒരു സ്പേസിലുള്ളതാ. ഇനി എങ്ങനെ ഞാൻ പറയാം എനിക്ക് സ്പേസിലൊന്നുള്ളതല്ല വേണ്ടത്. എനിക്ക് ഒരു ഷീറ്റ് ഓഫ് പേപ്പറിന്റെ കയ്യിലുണ്ട്, അതിൽ ചെറിയ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ഇലക്ട്രിക് ഫീൽഡ് കാണേണ്ടത്. അപ്പൊ അത് എന്തുമാത്രം വ്യത്യാസം വരുള്ളൂ? ഇവിടെ ഡെൽറ്റ ബി ഉണ്ടാവില്ല, അതിന് പകരം ഡെൽറ്റ എസ് ആവും. ഇവിടെ റോ ഉണ്ടാവില്ല, അതിന് പകരം സിഗ്മയും. ആ വ്യത്യാസം ഇവിടെ വരും, അത്രേ ഉള്ളൂ. അപ്പൊ അത് എളുപ്പമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചാൽ നമുക്ക് എഴുതാവുന്നതല്ലേ ഉള്ളൂ. സാധാരണ ഇക്വേഷനിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയെന്ന് മാത്രം. ഇനി നെക്സ്റ്റ് നമ്മൾ പോണ ടോപ്പിക്കാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറഞ്ഞ ടോപ്പിക്ക്. ഏതാണത്? ഗോസസ് ലോ. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഇമാജിൻ ചെയ്യണത് ഒരു സ്ഫിയറിനെ തന്നെയാണ്. നമ്മൾ ഗോസ് ലോ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു, അധികം ഓരോരോ ഫിഗറുകളെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുണ്ടാവും. ഒരു സ്ഫിയർ ആണ്, ആ സ്ഫിയറിന്റെ നേരെ നടുവിൽ, ഒരു സ്ഫിയർ ആട്ടോ, സർക്കിൾ അല്ല, 3 ഡയമെൻഷനിലാണ്. അതിന് നേരെ നടുവിലായിട്ട് നമ്മൾ ചാർജിനെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു സ്ഫിയറില്ലേ അതിന്റെ സർഫസിൽ ചെറിയൊരു പോർഷൻ കൺസിഡർ ചെയ്യാണ്. അപ്പൊ നിങ്ങൾ 3 ഡയമെൻഷൻ ആണെന്നുള്ളത് മനസ്സിലാക്കുക. ചെറിയൊരു പോർഷൻ കൺസിഡർ ചെയ്യും. ഇത് ആ പോർഷന്റെ സർഫേസ് ആണിത്, കൺസിഡർ ചെയ്ത പോർഷന്റെ സർഫേസ്. അതിന്റെ ഏരിയ, ആ സർഫേസ് എലമെന്റ് നമുക്ക് ഡെൽറ്റ എസ് എടുക്കാം. അതുപോലെ ഇവിടെ ചാർജ് ഉണ്ട് എന്നല്ല പറഞ്ഞത്, അപ്പൊ അതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ലേ, അത് ഇതിലൂടെയാണ് പോണത്. കൂട്ടിക്കോ, കുറെ എണ്ണം ഫീൽഡ് ലൈൻസ് കുറെ എണ്ണം വരയ്ക്കാൻ ഞാൻ ഒരു വരെ കാണിച്ചിട്ടുള്ളൂ. ആ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഞാനിവിടെ ഇന്ന് മാർക്ക് ചെയ്തു. നമുക്കറിയാം ഫൈ അല്ലേ, നമ്മളെ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ ഫ്ലക്സ് നമ്മൾ ഫൈ കൊണ്ട് കാണിക്കും. ഇവിടെ ചെറിയൊരു പോർഷൻ ആയിട്ട് നമുക്ക് ഡെൽറ്റ ഫൈ ഉണ്ട്. ഡെൽറ്റ ഫൈ ഈസ് ഈക്വൽ ടു ഇ ഇൻറ്റു ഡെൽറ്റ എസ്. ഇതല്ല നമ്മൾ എഴുതാറുള്ള ഇക്വേഷൻ, വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് ഇക്ക് പകരം കൊടുക്കുക 1/4πε0 Q/r². ഒന്നിച്ച് ചെയ്താൽ Q/4πε0 r² ആർ ക്യാപ്. തീർന്നിട്ടില്ല, ഈ ഡെൽറ്റ എസ് കൂടി എഴുതണ്ടേ, ഡെൽറ്റ എസ്. തൊട്ടടുത്ത ഇക്വേഷൻ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടാവും എങ്ങനെയോ, ഡെൽറ്റ ഫൈ ഈസ് ഈക്വൽ ടു Q/4πε0 r²
ഇൻറ്റു ഡെൽറ്റ എസ് തന്നെയാവും. പക്ഷെ മുമ്പ് അത് വെക്ടർ ആയിരുന്നു, ഇപ്പം അത് സാധാ ഒരു മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ കാരണം എന്താണ് നിങ്ങൾ ആലോചിക്കണം ശരിക്കും. ഞാൻ തൽക്കാലം ടൈം വേസ്റ്റ് ചെയ്യാതെ പറയാം. ഡെൽറ്റ എസ് അതിന് വരച്ചത് വെക്ടർ ആണെന്ന് മനസ്സിലായില്ല, അതിൻ്റെ ഡയറക്ഷൻ അവിടെ കൊടുത്തിട്ട്. ഓക്കെ, നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക. ഇതല്ല ഇപ്പം നമ്മൾ കാണുന്ന ഒരു എലമെന്റ്, അതായത് ഈ ഒരു ഏരിയക്കല്ലേ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെയും ഫ്ലക്സിന്റെ കാര്യമൊക്കെ കണ്ടെത്താനുള്ളത്. ഇവിടേക്കുള്ള ദൂരമാണ് ആറ്. ആ ആറിന്റെ ഡയറക്ഷനുള്ള ആർ ക്യാപ്പ് കൊണ്ട് കാണിച്ചത്. അപ്പൊ ആർ ക്യാപ്പിന്റെ അതേ ഡയറക്ഷൻ തന്നെയല്ലേ ഇലക്ട്രിക് ഫീൽഡിനുള്ളത്, അല്ലെ? അത് മാത്രമല്ല, ഇലക്ട്രിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷൻ ആയിരിക്കുള്ളത് ഡെൽറ്റാസിലുള്ളത്. ഞങ്ങളോട് ഒന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ, സർഫേസ് എങ്ങോട്ടാ നോക്കുന്നത്, ക്ലോസ്ഡ് ആണെങ്കിൽ പുറത്തേക്ക് വരയ്ക്കേണ്ടതൊക്കെ പറഞ്ഞ ഓർമ്മല്ലേ? അപ്പൊ അത് രണ്ടും ഒരേ ഡയറക്ഷനാണ്. അപ്പൊ നമുക്ക് ഒരേ ഡയറക്ഷനിലുള്ള രണ്ട് യൂണിറ്റ് വെക്ടർ, ഈ ഡെൽറ്റാസിന്റെ കൂടെ ഒരു യൂണിറ്റ് വെക്ടർ ഉണ്ടാവും, അതുപോലെ ഈ ആർ ക്യാപ്പ് പറഞ്ഞ യൂണിറ്റ് വെക്ടർ ആണ് ഓൾറെഡി, അല്ലെ? അപ്പൊ യൂണിറ്റ് വെക്ടറുടെ രണ്ടെണ്ണം ഡോട്ട് പ്രൊഡക്റ്റ് എടുത്ത് എന്താ കിട്ടുക? ഐ ഡോട്ട് ഐ ഒന്നാണ്, കെ ഡോട്ട് കെ 1, ജെ ഡോട്ട് ജെ, ഇതൊക്കെ എന്താ ആൻസർ? 1 ആണ് ആൻസർ. അതുകൊണ്ടാണ് ഇവിടുത്തെ ഈ ഒരു വെക്ടർ സിമ്പലിൽ ഒരു യൂണിറ്റ് വെക്ടർ അതിന്റെ കൂടെ ഉണ്ട്, ഈ യൂണിറ്റ് വെക്ടർ ഉണ്ട്, രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്ത ഉത്തരം എന്തായി? 1 ആയി. അതുകൊണ്ടാണ് അത് എഴുതാതെ നേരെ ഈ ഇക്വേഷനിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ എഴുതിയിട്ടുള്ളത് ഡെൽറ്റ ഫൈ ആണ് എഴുതിയിട്ടുള്ളത്, അല്ലാതെ ഫൈ അല്ല. അപ്പോൾ ഫൈ കാണണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ ആഡപ്പ് ചെയ്യണ്ടേ? നമ്മൾ മൊത്തം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടപ്പോൾ ചെയ്ത പോലെ തന്നെ നമ്മൾ സമ്മേഷൻ ചെയ്യണം. അപ്പോൾ ഫൈ ഈസ് ഈക്വൽ ടു സമ്മേഷൻ, മുമ്പ് ചെയ്ത പോലെ തന്നെ ഓൾ ഡെൽറ്റ എസ്, ഇവിടെ എല്ലാ ചെറിയ ചെറിയ ഇതുപോലത്തെ ഏരിയകൾ നമ്മൾ എടുക്കണം. ഓൾ ഡെൽറ്റ എസ് ഇവിടെ ആരാണ് ചെയ്യേണ്ടത്? ക്യൂ ബൈ 4 എപ്സിലൻ നോട്ട് ആർ സ്ക്വയർ, ഈ ഇക്വേഷൻ കേട്ടോ, ഡെൽറ്റ എസ്. ഇതിനല്ലേ നമ്മൾ ചെയ്യേണ്ടത്. അവിടെ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇതേപോലെ സമ്മേഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് കോമൺ ആയ ആൾക്കാരൊക്കെ പുറത്തേക്ക് എടുത്തുകൂടെ? ഇവിടെ ആരൊക്കെ കോമൺ? ക്യൂ കോമൺ ആണ് അല്ലെ? എല്ലാവർക്കും കൂടി ഉള്ളത് ഈ ഒരു ചാർജ് തന്നെയാണ്, ക്യൂ ആണ്, അത് കോമൺ ആണ്, പുറത്തേക്ക് എടുക്കുക. 4 എപ്സിലൻ നോട്ട് പുറത്തേക്ക് എടുക്കുക, ആറിനെയും പുറത്തേക്ക് എടുക്കുക. എന്താ കാരണം അറിയോ? ക്യൂ സ്പിയറിന്റെ സെന്ററിൽ ഇരിക്കുന്നത്, അപ്പൊ എല്ലാ എലിമെന്റിക്കും ഒരേ ദൂരമല്ലേ ഉണ്ടാവുക, അല്ലെ? റേഡിയസ് ആയിട്ടല്ലേ വരിക, അപ്പൊ അതും പുറത്തേക്ക് എടുക്കുക. അപ്പൊ നമുക്ക് ഫൈ ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ 4 എപ്സിലൻ നോട്ട് ആർ സ്ക്വയർ സമ്മേഷൻ ഓൾ ഡെൽറ്റ എസ് ഇതല്ലേ കിട്ടുക? അതായത് എല്ലാ കുഞ്ഞു ഡെൽറ്റാസുകളും കൂട്ടണം, ഇത്ര എഴുതിയാൽ മതി. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു സ്പിയർ അല്ലെങ്കിൽ ഒരു റെക്ടാങ്കിൾ, ഒരു എക്സാമ്പിൾ കൂട്ടിക്ക് റെക്ടാങ്കിൾ, അതിലൊരു ചെറിയ കഷ്ണം എടുത്തു, എന്നിട്ട് അതിന്റെ ഏരിയ കണ്ടു, അങ്ങനെ എടുത്തു അങ്ങനെ ഫുള്ള് ചെറിയ ചെറിയ പീസിന്റെ ഏരിയ കൂട്ടി കഴിഞ്ഞാൽ ഈ വലിയ റെക്ടാങ്കിളിന്റെ ഏരിയ തന്നെയല്ലേ കിട്ടുക. അപ്പൊ നമുക്ക് അതുപോലെ ഇവിടെയുള്ള എല്ലാ ഡെൽറ്റാസിന്റെ ഏരിയയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഫിയറിന്റെ ഏരിയയിൽ കിട്ടുക. സ്ഫിയറിന്റെ ഏരിയയുടെ ഇക്വേഷൻ എന്താ? 4 ആർ സ്ക്വയർ അല്ലേ? അപ്പൊ ഫൈ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ 4 എപ്സിലൻ നോട്ട് ആർ സ്ക്വയർ. ഇതിന്റെ ആൻസർ എന്താണ് വരിക? 4 ആർ സ്ക്വയർ. അത് കൊടുത്തോ, 4 ആർ സ്ക്വയർ. ഈ 4 ആർ സ്ക്വയറും 4 ആർ സ്ക്വയറും കട്ടയ, ബാക്കി എന്താ ഉള്ളത്? ഫൈ ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ എപ്സിലൻ നോട്ട്. ഫൈ ഈസ് ഈക്വൽ ടു എന്താ കിട്ടിയത്? ക്യൂ ബൈ എപ്സിലൻ. ഫൈ പറഞ്ഞാൽ ഇലക്ട്രിക് ഫ്ലക്സ് ആണ്. അപ്പൊ ഗോസ് ലോ നമ്മൾ എന്താ കണ്ടെത്തിയത്? ഫോർ എ ക്ലോസ്ഡ് സർഫേസ് ദ ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ചാർജ് ഡിവൈഡഡ് ബൈ എപ്സിലൻ നോട്ട്, ക്യൂ ബൈ എപ്സിലൻ നോട്ട്. അത്രയേ ഉള്ളൂ ഗോസ് ലോ എന്ന് പറയുന്നത്. ഇവിടെ വേറെ ഒന്നും ഫ്ലക്സിനെ ഡിപ്പെൻഡ് ചെയ്യണില്ല, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യണില്ല. ഡിപ്പെൻഡ് ചെയ്യണമെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യണില്ല. ആകെ ആ ഫ്ലക്സ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ചാർജിനെ മാത്രം. അപ്പൊ നിങ്ങൾ എങ്ങനത്തെ ക്ലോസ് സർഫസ് വേണമെങ്കിലും എടുത്തോ, എത്ര വലുപ്പത്തിലുള്ള സ്ഫിയർ എടുത്തോ, പക്ഷെ ഫ്ലക്സ് സെയിം ആയിരിക്കും. എത്ര വലുപ്പത്തിൽ റെക്ടാങ്കിൾ വേണമെങ്കിലും എടുത്തോ, ഫ്ലക്സ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇവിടെ ടെക്സ്റ്റ് പറയുന്ന മറ്റൊരു എക്സാം കൂടി നമുക്ക് കാണാം, എന്നിട്ട് നമുക്ക് ഗോസിൽ ഒന്നുകൂടി എഴുതണം കേട്ടോ. റഫ് സിലിണ്ടർ നമുക്കിവിടെ വരയ്ക്കാം. ഓക്കെ, അപ്പൊ സിലിണ്ടർ നിങ്ങൾക്കറിയാം പ്രധാനമായിട്ടും 3 സർഫേസിലായിരിക്കും ഉണ്ടാവും അല്ലെ? ഒരു ബേസിൽ 2 സർക്കുലർ ആയിട്ടുള്ള ക്രോസ് സെക്ഷനുകളും അതുപോലെ അതിന്റെ ഈ കേർവ്ഡ് സർഫേസും. സോ ഇത് ഒന്നാമത്തെ സർഫേസ്, ഇത് രണ്ടാമത്തെ സർഫേസ്, ഇത് മൂന്നാമത്തെ. എങ്ങനെ വേണമെങ്കിൽ നമ്പർ ചെയ്യാട്ടോ, ഞാൻ ടെക്സ്റ്റിലുള്ളത് ഇട്ടൊന്നുള്ളൂ, എങ്ങനെ വേണമെങ്കിലും ഇടാം, അതൊന്നും ഇവിടുത്തെ ഒരു വിഷയമല്ല. ഇവിടെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഇവിടെ 3 സർഫേസ് ആണുള്ളത്. എത്രയാണ്? ഏതൊക്കെയാണ്? ഇത് 2 സർക്കിളും ഒരു കേർവ്ഡ് സർഫേസ്. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റിന്റെ ഇതിനുള്ളിൽ ചാർജ് ഒന്നും വെച്ചിട്ടില്ല, ഈ ഒരു ഷേപ്പിനുള്ളിൽ ചാർജോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടില്ല. അപ്പൊ നമുക്കറിയാം ഗോസ് ലോ പ്രകാരം ഒരു ക്ലോസ്ഡ് സർഫേസിന്റെ ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലൻ നോട്ട് ആണ്. ചാർജ് വേണം, വേറെ ആരും ചെയ്യാൻ കുഴപ്പമില്ല, അതൊന്നും ഇതിന് ഇൻഫ്ലുവൻസ് ചെയ്യില്ല. ഫ്ലക്സ് വേണമെങ്കിൽ ആര് വേണം? ചാർജ് വേണം. ഇതിനുള്ളിൽ നമ്മൾ ചാർജ് വെച്ചിട്ടേ ഇല്ല. ഇവിടെ ആകെ ഉള്ളത് ഇലക്ട്രിക് ഫീൽഡ് മാത്രമാണ്. ഓക്കെ, അതിന്റെ ഡയറക്ഷനോടെ കാണിച്ചിട്ടുണ്ട്, ഇതേപോലെ കാണിച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ചാർജ് ഇല്ല, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. അപ്പൊ നമുക്ക് മുമ്പ് പഠിച്ച ഇക്വേഷൻ നമുക്കറിയാം, വേണമെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് വെച്ചിട്ട് നമുക്ക് ഫ്ലക്സിന്റെ ഇക്വേഷൻ ഈ ഡോട്ട് ഡെൽറ്റൈസ് എഴുതാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫ്ലക്സ് ഉണ്ടോ ഇല്ലയോ നമുക്ക് പറയണം. നമ്മളെ ഗോസ് ലോ പ്രകാരം ഫ്ലക്സ് പാടില്ല കേട്ടോ, ഗോസ് ലോ പ്രകാരമാണെങ്കിൽ ഫ്ലക്സ് പറ്റൂല. ഇനി അത് മാത്രമല്ല, നമ്മൾ ബേസിക് ആയിട്ടൊരു കോമൺ സെൻസ് ഉപയോഗിച്ച് ആലോചിക്കുക,
ഇതിലൂടെ കയറിയ ഫ്ലക്സ് ലൈൻസ് ഒക്കെ ഇതിലൂടെ പുറത്തേക്ക് പോന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, ഇലക്ട്രിക് ഫീൽഡ് ഇത് കൂടി വന്നു എന്നല്ല പറഞ്ഞത്, ആ ഇവിടെ കൂടി കയറിയ ഫീൽഡ് ലൈൻസ് നിങ്ങൾ ഇനി 10,000 വരച്ചു പറഞ്ഞാൽ അത് കൂടി പോയി ഉണ്ടാവില്ലേ? അപ്പൊ അത് രണ്ടും ക്യാൻസൽ ആയി പോകുന്ന ഉറപ്പല്ലേ? അപ്പൊ മൂന്നാമത്തെ സർഫേസ് ഉണ്ട് ഇവിടെ, അതിനെ കൊണ്ട് ഫ്ലക്സ് ഉണ്ടാവോ? അങ്ങനെ ഫ്ലക്സ് ഉണ്ട് പറഞ്ഞാൽ ഗോസ് ലോ തെറ്റും, കാരണം ഇതിനുള്ള എവിടെയും ചാർജ് വെച്ചിട്ടില്ല. അപ്പൊ നമ്മളിവിടെ ആക്ച്വലി ഗോസ് ലോ ഇവിടെ ഓക്കെ ആണോ, വർക്കിംഗ് ആണോ അല്ലെന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് ഈ സംശയമുള്ളവിടെ തന്നെ തുടങ്ങാം. ആദ്യം ടോട്ടൽ ഫ്ലക്സ് ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ φ1 പ്ലസ് φ2 പ്ലസ് φ3 മൂന്ന് ഫ്ലക്സുകളും കൂട്ടിയതിനോട് ഈക്വലാണ് ആണല്ലോ. അതില് φ3നെ പറ്റി ഞാൻ പറയട്ടെ. φ3ന്റെ ഫ്ലക്സ് കാണാൻ ഞാനൊരു കാര്യം ചെയ്യാം, ഇ ഡോട്ട് ഡെൽറ്റ എസ് എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. അതായത് ഇ ഡെൽറ്റ എസ് കോസ് തീറ്റ. ഇവിടെ നിങ്ങൾക്ക് അറിയാം ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇതാണ്. അതേ സമയത്ത് ഈ കേർവ്ഡ് സർഫേസിക്കുള്ള വര, അതൊരു ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളൊരു ക്രോസ് സെക്ഷൻ ആയിട്ട് ഇങ്ങനെ ആലോചിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതേപോലെ ഉണ്ടാവും, റേഡിയസ് പോലെ ഉണ്ടാവും. ആൻഡ് ആൾവേസ് ദ റേഡിയസ് വിൽ ബി പെർപെൻഡിക്കുലർ അല്ലേ? ആ റേഡിയസ് എന്ന് പറഞ്ഞ സാധനം എപ്പോഴും പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഉണ്ടാവും. ഇനി അതൊന്നും വേണ്ട, നിങ്ങൾ അങ്ങനെ ആലോചിച്ച് ഇനി ബുദ്ധിമുട്ടണ്ട. ഇത് നിങ്ങളതാ ഈ ഒരു പോർഷൻ സിലിണ്ടറായിട്ട് ഇമാജിൻ ചെയ്യുക. അതിന്റെ നടുവിലൂടെയാണ് ഇലക്ട്രിക് ഫീൽഡ് പോകുന്നത്. അപ്പൊ നമ്മൾ ഈ സർഫസ് ഒരു വര വരച്ചത് എപ്പോഴും ആ നടുവിലൂടെ പോണ ലൈനിന് 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആയിട്ടില്ല ഉണ്ടാവുക. അതന്നെ ഇവിടെയും പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ കോസ് തീറ്റ കോസ് 90 ആവൂലേ? കോസ് 90ന്റെ വാല്യൂ 0 അല്ലേ? അപ്പൊ ഇതിന്റെ ആൻസർ ഈ ഡെൽറ്റ എസ് ഇൻറ്റു 0 എന്നാവും. അതായത് φ3 എത്രയായി? 0 ആയി. φ3 0 ആയി. ബാക്കി പിന്നെ ആളുള്ളത് φ1 ഉണ്ട്, അതുപോലെ φ2 ഉണ്ട്. φ1ന്റെയും φ2ന്റെയും കേസിൽ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? φ1 φ2 നമ്മൾ പറഞ്ഞു ഈ ഒന്നാമത്തെ രണ്ടാമത്തെ സർഫസിലൂടെ ഉള്ള ഫ്ലക്സ് ആണ്. ഓക്കെ, φ1ന്റെ കേസിൽ നമുക്ക് എഴുതാം -ES1. φ2ന്റെ കേസിൽ നമ്മൾ എന്ത് എഴുതേണ്ടത്? ES1. ഈ S1 എന്ന് എഴുതാൻ കാരണം ഇതേ ഏരിയ തന്നെ എവിടെ ഉണ്ടാവുക. സാധാരണ ഞങ്ങളൊക്കെ സിലിണ്ടർ അങ്ങനെ, നിങ്ങളെ വീട്ടിൽ വ്യത്യാസം ഉണ്ടാ? മേലും താഴെ ഒരേ ഏരിയയിൽ ഉണ്ടാവുക. അതാണ് രണ്ടിന് ഞാൻ S1 എന്നുള്ള ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്തത്. പിന്നെ ഇവിടെ ഉള്ള ഇലക്ട്രിക് ഫീൽഡ് ഇ അല്ലേ, ഇവിടെ ഉള്ള ഇലക്ട്രിക് ഫീൽഡ് ഇ തന്നെ അല്ലേ. പിന്നെ എന്തോ ഒരു സ്ഥലത്ത് ഒരു മൈനസും മറ്റേ സ്ഥലത്ത് ഒരു പോസിറ്റീവും. അത് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇതല്ലേ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ? അതേ ഡയറക്ഷനിൽ നമ്മൾ ഈ ഒരു ഏരിയ എലമെന്റ് ഉള്ളത്, ഡെൽറ്റ എസ് ഉള്ളത്. ഇതോ, ഇത് പുറത്തേക്കാണ് ഇതിന്റെ ഡെൽറ്റ എസിന്റെ ഡയറക്ഷൻ. അതെങ്ങനെ നമ്മൾ പറഞ്ഞത്? ക്ലോസ്ഡ് സർഫേസ് ആണെങ്കിൽ സർഫേസ് എലമെന്റ് അല്ലെങ്കിൽ സർഫേസ് വെക്ടറിന്റെ ഡയറക്ഷൻ ഔട്ട്വേർഡ് ആയിരിക്കും. അപ്പൊ അത് കാണിക്കാനാണ് ഇവിടത്തെ ഡെൽറ്റ എസ് എന്തായി ഇങ്ങണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങണ്ട്. അപ്പൊ ആംഗിൾ എത്ര? 180 ഡിഗ്രി വരിക. അപ്പൊ -1 ആയി, കോസ് 180. അതുപോലെ ഇവിടെ ആണെങ്കിൽ എന്താ ഉണ്ടാവുക? ഇവിടെ രണ്ടും ഒരേ ഡയറക്ഷൻ, ആംഗിൾ 0 ഡിഗ്രിയാണ്, കോസ് 0 1 ആണ്. അപ്പൊ ഒന്ന് ES1 ആയി, മറ്റേത് -ES1 ആയി. അപ്പൊ ഇവിടെ നമ്മൾ കൂട്ടുകയാണെങ്കിൽ ES1 പ്ലസ് -ES1 പ്ലസ് 0. അപ്പൊ എന്തായാലും φ എത്ര കിട്ടുക? 0 ആണ് കിട്ടിയത്. എങ്ങനെ കിട്ടിയത്? കാരണം ഇത് ES1, ഇത് -ES1, രണ്ടും കൂട്ടിയ 0. φ3 ഓൾറെഡി 0. അപ്പൊ ടോട്ടൽ φ എന്തായി? 0 ആയി. വിച്ച് ഈസ് വാട്ട് വി എക്സ്പെക്ടഡ് ഫ്രം ഗോസ് ലോ അല്ലെ? ഗോസ് ലോ നമ്മൾ തന്നെ എക്സ്പെക്ട് ചെയ്ത്, കാരണം ഇതിനുള്ള എവിടെയും ചാർജ് വെച്ചിട്ടില്ല. ഉള്ളിൽ ചാർജ് ഇല്ലെങ്കിൽ ക്ലോസ് സർഫേസിന് ഫ്ലക്സ് ഇല്ല. കാരണം ക്ലോസ് സർഫേസിന് ഫ്ലക്സ് എന്ന ക്യൂബ് എപ്സിലോട്ടാണ്. ചാർജ് ഇല്ലാതെ ഫ്ലക്സ് എന്നാണ് പ്രശ്നമില്ല. സോ ബൈ ദിസ് വി ഹാവ് വാലിഡേറ്റഡ് ഗോസ് ലോ. അപ്പൊ ഈ ഒരു ഒറ്റ എക്സാമ്പിൾ തന്നെ നമുക്ക് ഗോസസ് ലോന്റെ ആ ഒരു മീനിങ് എന്താ ഉദ്ദേശിക്കുക എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇനി ഇവിടെ നമുക്ക് വായിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ടെക്സ്റ്റ് ഉപയോഗിച്ചിട്ടില്ല, വായിക്കേണ്ട ചില കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട്. ഒരു 6 പോയിന്റിലൂടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാ നമുക്കൊന്ന് നോക്കി നോക്കാം. ഫസ്റ്റ് വൺ, ഗോസ് ലോ ഈസ് ട്രൂ ഫോർ എനി ക്ലോസ് സർഫേസ് നോ മാറ്റർ വാട്ട് ഇറ്റ്സ് ഷേപ്പ് ഓർ സൈസ്. ഞാൻ മുമ്പ് പറഞ്ഞു, നിങ്ങൾ റെക്ടാങ്കിൾ എടുത്തോ സ്ക്വയർ എടുത്തോ എന്ത് വേണമെങ്കിലും എടുത്തോ, അതൊന്നും ഇവിടെ പ്രശ്നമില്ല. ഒരു ക്ലോസ് സർഫേസ് ആണോ, ഉള്ളിൽ ചാർജ് ഉണ്ടെങ്കിൽ ഫ്ലക്സ് ഉണ്ടാവും, ചാർജ് ഇല്ലേ ഫ്ലക്സ് ഇല്ല. നമ്മൾ എക്സാമ്പിൾ വെച്ച് കണ്ടുപോ. സെക്കൻഡ്, ടേം Q ഓൺ ദ റൈറ്റ് സൈഡ് ഓഫ് ഗോസസ് ലോ, അതായത് φ ഈസ് ഈക്വൽ ടു Q ബൈ എപ്സിലോൺ എന്നല്ലേ, ആ ക്യൂവിന്റെ കാര്യം പറയുന്നത്. ഇൻക്ലൂഡ്സ് ദ സം ഓഫ് ഓൾ ചാർജസ് എൻക്ലോസ്ഡ് ബൈ സർഫേസ്. എന്താ പറഞ്ഞത് മനസ്സിലായോ? ഒരു സ്ഫിയറിന്റെ ഉള്ളിൽ നടുവിൽ നിൽക്കുന്ന ചാർജ് മാത്രമല്ല നിങ്ങൾ കൂട്ടേണ്ടത്. ഇതിനുള്ളിൽ ഇപ്പോൾ 2-3 ചാർജ് വേറെ ഉണ്ട് ആയിരിക്കും, Q1 Q2 Q3 ഒക്കെ കൂടി കൂട്ടിയിട്ട് ഒരു Q. അപ്പൊ നിങ്ങൾ φ ഈസ് ഈക്വൽ ടു Q ബൈ എപ്സിലോൺ എടുക്കുമ്പോൾ ഈ ചാർജുകളൊക്കെ കൂട്ടിയിട്ടാണ് ആരെ കണ്ടെത്താൻ? Qവിനെ കണ്ടെത്താൻ. എന്നിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, ഇനി തെറ്റും. The charges may be located anywhere inside the surface. ഒറ്റ കണ്ടീഷൻ ഉള്ളൂ, സർഫസിന്റെ ഉള്ളിലാവണം ആര്? ചാർജ്. വേറെ കണ്ടീഷൻ ഒന്നുമില്ല. Third point, in the situation when the surface is so chosen that there are some charges inside and some outside. ചില ചാർജൊക്കെ ഉള്ളിലും ചിലതൊക്കെ പുറത്തും ഉണ്ട് വിചാരിക്കുക. അതായത് ഒരു കണ്ടീഷൻ അങ്ങനെ എടുക്കേണ്ടി വന്നു എന്ന് വിചാരിക്കുക. ഇലക്ട്രിക് ഫീൽഡ് whose flux appears on the left side of equation 1.31. ഏതാ നമ്മൾ 1.31 അല്ല 1.31. അപ്പൊ ഇലക്ട്രിക് ഫ്ലക്സ് ലെഫ്റ്റ് സൈഡിൽ വരുന്നത്, അതായത് ത്രൂ എ ക്ലോസ് സർഫേസ്, അതിന്റെ ഉള്ളിലുള്ളത്
is due to all the charges both inside and outside S. The term Q on the right side of Gauss law, however, represent only the total charge inside S. ഇവിടെ നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ് സർഫേസ് എഴുതിയില്ലേ, ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ എന്ന് എഴുതിയില്ലേ, ആ ഇക്വേഷനാണ് ഇവിടെ പറയുന്നത്. അതായത് അങ്ങനെ നമ്മൾ എഴുതുമ്പോൾ അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഇൻ സിറ്റുവേഷൻ സർഫേസ് സം ചാർജസ് ഇൻസൈഡ് ആൻഡ് സം ഔട്ട്സൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഹൂസ് ഫ്ലക്സ് അപ്പിയേഴ്സ് ഓൺ ലെഫ്റ്റ് സൈഡ്. അതിന്റെ ഫ്ലക്സ് ആണ് നമ്മളിവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഴുതിയിട്ടുള്ളത്. അതിൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക അതിൽ പുറത്തുള്ള ചാർജിന്റെ ഉള്ളിലുള്ള ചാർജിന്റെ ഒക്കെ കൂടി ഫ്ലക്സ് ആണ് പറയുന്നത്. പക്ഷെ നമ്മൾ ആരത് മാത്രം ഇക്വേഷൻ എഴുതിയാൽ മതി, ആ സ്ഫിയറിന്റെ ഉള്ളിലുള്ള ചാർജുകൾ മാത്രം നിങ്ങൾ ക്യൂ ബൈ എപ്സിലോണിൽ കൂട്ടിയാൽ മതി. ഇവിടെയുള്ള ഫ്ലക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇമാജിൻ ചെയ്യാതെ ഇതിൻ്റെത് മാത്രമല്ല പുറത്തുള്ള ചാർജിന്റെ അതിന്റെ ഒക്കെ കൂടി ഫ്ലക്സ് ആണ്. പക്ഷെ ഇക്വേഷനിൽ നമ്മൾ ആരെ മാത്രം എഴുതിയാൽ ഇതിന്റെ ഉള്ളിലുള്ള ചാർജുകൾ മാത്രം ആഡ് ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് എന്താണ് അടുത്ത പോയിന്റ്? ദ സർഫേസ് ദാറ്റ് വി ചൂസ് ഫോർ ദ ആപ്ലിക്കേഷൻ ഓഫ് ഗോസ് ലോ ഈസ് കാൾഡ് ഗോസിയൻ സർഫേസ്. ഇത് എവിടെ ആവശ്യം വരും? ഞങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞത് ഞങ്ങൾക്ക് ഒന്നൊരു മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ട്. നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാവും, ഏതോ ഒരു സർഫേസിൽ അല്ലെങ്കിൽ വയറിന്റെ കാര്യമോ ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് നമ്മളോട് അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്താനോ ഫ്ലക്സ് കണ്ടെത്താനൊക്കെ പറയും. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഷേപ്പ് എടുക്കേണ്ടി വരും. ഗോസിലോ ആണ് അതിന്റെ ബേസ്. ഞാൻ പറഞ്ഞ ഡിഗ്രിക്ക് വരെ ഉണ്ട്. അപ്പൊ നമ്മൾ ചിലപ്പോൾ വേഫർ ബോക്സ് എന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളെ മരുന്നും പെട്ടില്ലേ ചെറുത് കട്ടില്ലാത്ത കാർഡ്ബോർഡിന്റെ ബോക്സുകൾ, കുറച്ച് തിക്നെസ് ഉണ്ടാവുള്ളൂ, അങ്ങനത്തെ പിൽ ബോക്സുകൾക്ക് ഇമാജിൻ ചെയ്യേണ്ടി വരും. എന്നിട്ടൊക്കെ വേണ്ടി വരും ചെയ്യാൻ. അപ്പൊ ഇതൊക്കെ കൂടി നമുക്ക് ഈ പ്ലസ് ടുവിൽ ആവശ്യമില്ല ശരിക്കും. പക്ഷെ ഇത് ബേസ് ആണ്. അപ്പൊ നമുക്കത് പഠിച്ചു പോകണം. ഓക്കെ, ഗോസിയൻ സർഫേസ്. അപ്പൊ അതിന് നമ്മൾ ചൂസ് ചെയ്യുന്ന സർഫേസിനെ വിളിക്കുന്ന പേരാണ് ഗോസിയൻ സർഫേസ്. യു മേ ചൂസ് എനി ഗോസിയൻ സർഫേസ് ആൻഡ് അപ്ലൈ ഗോസ് ലോ. ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്തൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഹൗവർ ടേക്ക് കെയർ നോട്ട് ടു ലെറ്റ് ദ ഗോസിയൻ സർഫേസ് പാസ് ത്രൂ എനി ഡിസ്ക്രീറ്റ് ചാർജ്. നിങ്ങൾ എടുക്കുമ്പോൾ ചാർജുകൾ സർഫേസിൽ വരാതെ, അതായത് നിങ്ങൾ വരയ്ക്കൂലേ, ആ വരയ്ക്കണ ആ ഷേപ്പ് ഒരിക്കലും ചാർജിന്റെ മേലെ കൂടി പോകരുത്. ഒന്നെങ്കിൽ ചാർജ് ഉള്ളിലാവണം അല്ലെങ്കിൽ ചാർജ് പുറത്താവണം. ദിസ് ഈസ് ബിക്കോസ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു സിസ്റ്റം ഓഫ് ഡിസ്ക്രീറ്റ് ചാർജസ് ഈസ് നോട്ട് വെൽ ഡിഫൈൻഡ് അറ്റ് ദ ലൊക്കേഷൻ ഓഫ് എനി ചാർജ്. ആസ് യു ഗോ ക്ലോസ് ടു ദ ചാർജ് ഫീൽഡ് ഗ്രോസ് വിത്തൗട്ട് എനി ബോണ്ട്. ഇത് നമ്മൾ മുമ്പ് ഫീൽഡിന്റെ കേസ് നമ്മൾ പറഞ്ഞിരുന്നു. ചാർജുകൾ അടുത്തടുത്ത് ഇങ്ങനെ വരുമ്പോൾ ഏറ്റവും ക്ലോസ് ആയി വന്നു കഴിഞ്ഞാൽ പ്രശ്നമൊക്കെ പറഞ്ഞിരുന്നു നമ്മൾ. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട് അത്? ഇലക്ട്രിക് ഫീൽഡിന്റെ ഭാഗത്ത് നമ്മൾ പറഞ്ഞത് ചാർജ് വിൽ ഗ്രോ ടു ഇൻഫിനിറ്റി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. കാരണം ചാർജിന്റെ അടുത്ത് വിട്ടു പോകുന്നതോറും ഇലക്ട്രിക് ഫീൽഡ് കുറഞ്ഞു വരുന്ന പറയുന്നത്. അപ്പൊ അടുത്തേക്ക് വരുമ്പോൾ കൂടി വരണ്ടേ? അങ്ങനെ ഏറ്റവും അടുത്താകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ ഇൻഫിനിറ്റി എത്തണ്ടേ? അപ്പൊ അങ്ങനത്തെ ഒരു കേസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഒരു തെറ്റായ അസംഷനിക്ക് നമ്മൾ എഴുതുന്ന മാത്തമാറ്റിക്കൽ പ്രോബ്ലം ചെന്ന് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വരയ്ക്കുമ്പോൾ ഒരിക്കലും ചാർജിനെ സർഫസിലോ അതിനെ ടച്ച് ചെയ്തിട്ടൊന്നും വരയ്ക്കാതിരിക്കുക. ഹവർ ഗോസിയൻ സർഫേസ് ക്യാൻ പാസ് ത്രൂ എ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഒരുപാട് ചാർജുകൾ ഡിസ്ട്രിബ്യൂട്ട് ആയി കിടക്കുന്ന സ്ഥലത്തിലൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോസിയൻ സർഫേസ് കൺസ്ട്രക്ട് ചെയ്യുക. സിംഗിൾ ചാർജുകളുടെ കാര്യം നിങ്ങൾ ചെയ്യരുത് എന്ന് അതിന്റെ മുന്നേ പറയുന്നത്. ഓക്കെ, Gauss's law is often useful towards a much easier calculation of the electrostatic field when the system has some symmetry. ഏറ്റവും എളുപ്പം സിമെട്രി നമ്മളിപ്പോൾ സ്ഫിയർ ഒക്കെ ചെയ്തില്ല, നല്ല എളുപ്പമായിരുന്നു, അല്ലെങ്കിൽ സിലിണ്ടർ ചെയ്ത് നല്ല എളുപ്പമായിരുന്നു. അപ്പൊ ഈസിയർ ആണ് അങ്ങനത്തെ കേസിൽ. ദിസ് ഈസ് ഫെസിലിറ്റേറ്റഡ് ബൈ ദ ചോയ്സ് ഓഫ് സ്യൂട്ടബിൾ ഗോസിയൻ സർഫേസ്. അപ്പൊ അതെങ്ങനെ നമുക്ക് എളുപ്പമാക്കേണ്ടത്? നമ്മൾ എടുക്കുന്ന ആ ഒരു സ്ട്രക്ചറില്, ജോമെട്രിക്കൽ സ്ട്രക്ചറില്, സ്ഫിയറോ സിലിണ്ടർ എന്താ ചിലത്, അത് നമ്മൾ എത്രത്തോളം നല്ല രീതിയിൽ ചൂസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഈ ടോപ്പിക്ക് അല്ലെങ്കിൽ ഗോസ് ലോന്റെ അപ്ലിക്കേഷൻ എളുപ്പമായിട്ട് വരും. Finally, Gauss's law is based on the inverse square dependence on distance contained in the Coulomb's law. Any violations of Gauss's law will indicate departure from the inverse square law. അതായത് ഗോസ് ലോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ വെച്ചിട്ട് അവിടെ എത്തിയിട്ടിടാൻ മറക്കരുത്. അടിയിൽ ബൈ ആർ സ്ക്വയർ എന്നുണ്ട്, ഇൻവേഴ്സ് സ്ക്വയർ ലോ. അത് ശരിക്കും കൂളംസ് ലോ എന്ന് വന്നതാണ്. ഗോസ് ലോയിൽ നിങ്ങൾ ഇൻവേഴ്സ് സ്ക്വയർ, ഗോസ് ലോയിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വരുത്തി കഴിഞ്ഞാൽ ആ ഇൻവേഴ്സ് സ്ക്വയർ ലോ അത് അതേപോലെ തന്നെ റിഫ്ലക്ട് ചെയ്യുന്നതാണ് അവിടെ മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ കൂടി കാണാപ്പാടം പഠിക്കാനുള്ളതല്ല, ജസ്റ്റ് ഗോസിൽ എന്തിനാ പഠിക്കും, ഇതൊക്കെ എന്തിനാ പഠിക്കുന്നതെന്ന് പറഞ്ഞു തന്നതാണ്. പിന്നീട് ആവശ്യം വരും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, എളുപ്പം എപ്പോഴാണെന്നൊക്കെ ഒന്ന് പറഞ്ഞു. അല്ലാതെ ഇതൊക്കെ ആ സച്ച് നിങ്ങൾ ഇങ്ങനെ കാണാപ്പാടം പഠിച്ചിരിക്കേണ്ട ആവശ്യമില്ല. കാര്യം മനസ്സിലാക്കുക, എവിടെ ആവശ്യമുള്ളത് വെച്ചാൽ അവിടെ അപ്ലൈ ചെയ്യാം. അപ്പൊ ഒന്നും കൂടി നമുക്ക് ഗോസിൽ നമ്മൾ പറയാമെന്ന് പറഞ്ഞു, ഇവിടെ ശ്രദ്ധിക്കുക. ഗോസിൽ നമ്മൾ തുടങ്ങിയത് നമ്മൾ മുമ്പ് ഫ്ലക്സിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചാണ് ഈ ഡെൽറ്റ എസ് ആണ്. ഇന്റെ ഇക്വേഷൻ Q/4πε0r² ആണ്. ഇവിടെ നമ്മൾ ചാർജിനെ അല്ല, ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ് പറയുന്നത്. അപ്പൊ നമുക്ക് Q എന്നുള്ള ലെറ്റർ വെച്ചിട്ടൊന്നും പറയാൻ പറ്റില്ല. അതുപോലെ ഏതെങ്കിലും ഒരു ചെറിയൊരു സ്ഥലത്തുള്ള കാര്യം ഒരു ഏരിയന്റെ കേസിലാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഡെൽറ്റ എസ് കിട്ടും. ഒരു ചാർജ് ഒക്കെ നമുക്ക് അതിന്റെ ഡിസ്റ്റൻസ് മാത്രം പറഞ്ഞാൽ മതിയായിരുന്നു. ഇതിപ്പോ ഒരു ഏരിയയാണ്, അപ്പൊ നമ്മൾ ഡെൽറ്റ എസ് കിട്ടും. ഡെൽറ്റ എസും ആറും ഒരേ ഡയറക്ഷൻ ആയതുകൊണ്ട് അതിന്റെ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് ആ വെക്ടർ നോഷൻ എടുത്ത് ഒഴിവാക്കാം. അപ്പൊ അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രം എഴുതിയാൽ മതി. അതാണ് നമ്മൾ ആറിനെ തന്നെ എടുത്ത് ഒഴിവാക്കി
ഡെൽറ്റ എസ് വെക്ടറിനെ മാറ്റി ഡെൽറ്റ എസ് മാത്രമാക്കി. എന്താണെന്ന് പറഞ്ഞെങ്കിൽ ഒന്നും കൂടി റിവൈൻഡ് ചെയ്ത പോർഷൻ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടി. ചെറിയൊരു ഫ്ലക്സ്, ചെറിയൊരു സർഫസിലൂടെ ഉള്ള ഫ്ലക്സ് എന്ന് പറയുന്നത് Q/4πε/r² ഡെൽറ്റ എസ് ആണ്. അപ്പോൾ അത് നമ്മൾ എല്ലാ പീസസിലേക്കും, എല്ലാ ചെറിയ ചെറിയ ആ ഏരിയയിലേക്കും നമ്മൾ ആഡപ്പ് ചെയ്യാം. അപ്പോൾ അതിൽ നമുക്ക് ക്യൂവും 4πε0ഉം r² ഒക്കെ പുറത്തേക്ക് എടുക്കുക. അതൊക്കെ ജനറൽ ടേംസ് ആണ്. ഉള്ളിൽ ഡെൽറ്റ എസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു സ്പിയറിന്റെ ഓരോ ചെറിയ ഏരിയകളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ സ്പിയറിന്റെ ഏരിയ ആയിട്ട് മാറും. സ്പിയറിന്റെ ഏരിയ 4πr² ആണ്, സർഫേസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് ഇക്വേഷൻ കൊടുത്താൽ ഈ 4πr² ഇവിടുത്തെ 4πr² ക്യാൻസൽ ആവും. ബാക്കി Q/ε0 മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിനെ വിളിക്കുന്ന പേരാണ് ഗോസസ് ലോ. അപ്പോൾ ഗോസ് ലോന്റെ കേസിൽ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു Q/ε0. ഒരു ക്ലോസ്ഡ് സർഫേസിന്റെ ഉള്ളിൽ ചാർജ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്തുണ്ടാവുള്ളൂ, ഫ്ലക്സ് ഉണ്ടാവുള്ളൂ. അതിനാണ് നമ്മൾ ഈ എക്സാമ്പിളും കൂടി കണ്ടത്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ ഇനി നമുക്ക് കാണാനുള്ളത് ഈ ഗോസിന്റെ അപ്ലിക്കേഷൻസ് ആണ്. നമ്മൾ ഇന്ന് എടുക്കണില്ല, നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കാണും. അപ്പോൾ ഇന്നെടുത്ത ഭാഗത്തിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്തെങ്കിലും നോട്ട് തരാനുണ്ടെങ്കിൽ അത് നോട്ട് ആയിട്ട് എടുത്ത് എഴുതി തരുന്നുണ്ട്. ബാക്കി എന്തെങ്കിലും ക്ലിയർ ചെയ്യാണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. അടുത്ത ക്ലാസ്സോടുകൂടി ഈ ചാപ്റ്റർ തീരും. അതിന്റെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ എക്സസൈസുകൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യനുകളും അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഈ ബുക്കിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഗൈഡിൽ നിന്ന് കിട്ടിയതൊക്കെ ഉണ്ടാവും. അതിലൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനുള്ള ക്ലാസ് ആണ്. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അത് കഴിഞ്ഞാൽ ഒരു പരീക്ഷ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ അറിയിക്കാം. ഒരു എക്സാം എന്തായാലും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർഡ് ആവുക. ഓക്കെ, താങ്ക് യു.